ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ കീം ഓൺ ഫയർ. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുകൊണ്ടല്ല അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം, കുറച്ച് ലെങ്തി വീഡിയോ ആയി പോകും. ബട്ട് അല്ലെങ്കിൽ ഒരുപാട് പീസായിട്ട് ഇടുന്നതിനേക്കാളും കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് സമ്മറി ഒന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഇതുവരെ പഠിച്ചൊന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കാര്യങ്ങൾ സാറ്റലൈറ്റിനെ കുറിച്ചാണ് ഇനി മെയിനായിട്ട് നമ്മളിനി പഠിക്കാനുള്ളത്. അതോടെ എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡ് അപ്പ് ആവും. പിന്നെ നമ്മൾ കൈനറ്റിക് എനർജി പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് നമ്മൾ പറഞ്ഞു, എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് Gm1m2/r². ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബൈ എം ആണ്. പിന്നെ എർത്തിൻ്റെ കേസിൽ ഇറ്റ് ബിക്കംസ് ക്യാപിറ്റൽ Gmm/r². ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്, എം മാസ് ഓഫ് എർത്ത്, ഇത് അതിൻ്റെ മുകളിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ മാസ്. ഓക്കെ, സോ ദിസ് വൺ ഈസ് റേഡിയസ്, ദിസ് ഈസ് ആർ, ദിസ് വൺ ഈസ് സ്മോൾ എം. ഇതാണ് എർത്തിൻ്റെ സെൻറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിനേക്കാളും എവിടെയെങ്കിലും ദൂരെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ, എവിടേക്കെങ്കിലും ദൂരെയുള്ള പാർട്ടിക്കിൾ, എർത്തിൻ്റെ കേസിലാകുമ്പോൾ നമ്മൾക്ക് എന്താണ് ഗ്രാവിറ്റേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ G ആണ്. ബട്ട് ഇത് എർത്തിൻ്റെ ഔട്ടറിലേക്ക് പോകും തോറും, മുകളിലേക്ക്, ഇപ്പം ഞാൻ താഴേക്ക് ആക്ഷൻ കാണിക്കുവാണെങ്കിൽ താഴേക്ക് വരും തോറും അല്ലെങ്കിൽ ഔട്ടറിലേക്ക് പോകും തോറും വെൻ ദ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ആ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ റിഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആ റിഡ്യൂസ് ചെയ്ത ഗ്രാവിറ്റി എന്ന് പറയുന്നത് G' = നോർമൽ G എന്ന് പറഞ്ഞാൽ നമ്മുടെ 9.8 m/s² എന്ന് പറഞ്ഞാൽ G എന്ന് പറയുന്നത് ഇറ്റ് വേരീസ്. എന്തായിട്ട് മാറും? G × 1+h/r². h എന്ന് പറയുന്ന സർഫസിൽ നിന്ന്, എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഏതാണോ ആ പാർട്ടിക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് h എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ദൂരെ പോകുന്നതനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കും. ഇത്രയൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. ദാറ്റ് ഈസ് മൈനസ് ഓഫ് വർക്ക് ഡൺ. വർക്ക് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ആറ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ നോർമൽ കേസിൽ ഇപ്പോൾ ഔട്ടറിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇറ്റ്സ് ആക്ച്വലി ഇറ്റ് ഈസ് ΔU ആണ്. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി U എന്ന് തന്നെ നമുക്ക് പറയാം. U = -Gmm/r. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ R എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ പാർട്ടിക്കിൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി. ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിന് ഇതിൻ്റെ നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ആ ഒരു എസ്കേപ്പ് വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ രണ്ട് രീതിയിൽ ഡെറൈവ് ചെയ്തു. ഡെറിവേഷനൊക്കെ കഴിഞ്ഞതിൽ പറഞ്ഞു 2gm/r അല്ലെങ്കിൽ √2gr എസ്കേപ്പ് വെലോസിറ്റി. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാറ്റലൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനങ്ങ് മായ്ക്കാം, ഇവിടെ തന്നെ അങ്ങ് എഴുതിയാലോ. സാറ്റലൈറ്റ് എന്ന് വെച്ചാൽ എന്താ? എർത്തിൻ്റെ ചുറ്റിനും ഒരു പർട്ടിക്കുലർ പാത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, എക്സാക്ട്ലി സ്ഫിയർ എന്ന് പറയാൻ പറ്റില്ല, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. ഒന്നും നമ്മുടെ മൂൺ തന്നെയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിനെ നമുക്ക് എന്ത് പറയാം? സാറ്റലൈറ്റ് എന്ന് പറയാം. ഓക്കെ, സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എർത്താണ്. എർത്തിന് മാസ് m ഉണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ ഈസ് എർത്ത്സ് റേഡിയസ്. പിന്നെ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് R എന്ന് വിചാരിക്കാം. ഈ എർത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മുടെ h ആണ്. ഇത്രയൊക്കെ നമുക്കറിയാം. അപ്പോൾ നോർമൽ കേസിൽ എന്താണ്? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ഇതിനാപ്പാടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷേ ഇതിൻ്റെ കേസിൽ ഇത് സർക്കുലറായിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഇത് എന്തിലായിരിക്കും? ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കും ഇറ്റ് മൂവ്സ്, അല്ലേ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പറയും? ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർക്കുലർ പാത്തിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. സോ ദി സാറ്റലൈറ്റ് ഈസ് മൂവിങ് വിത്ത് ആൻ ഓർബിറ്റൽ വെലോസിറ്റി v0. അങ്ങനെയാണെങ്കിൽ എന്തിലായിരിക്കും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പം ഈ നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ പഠിച്ചു എന്താണ്? സെൻട്രിപീറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യും. പിന്നെ എന്തുണ്ട്? ഇതിനെ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അതുണ്ട്. ഇതിൻ്റെ സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെയാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ Gm
ഇതിൻ്റെ കേസിൽ ജി എം ഇതിപ്പോൾ ക്യാപിറ്റൽ എം ആണ്, ഇത് സ്മോൾ എം ആണെന്ന് ചോദിച്ചാൽ സാറ്റലൈറ്റിൻ്റെ മാസ്. സോ ജി എം എം ബൈ ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമ്മുടെ സെൻട്രിപിറ്റൽ ഫോഴ്സ്, അതായത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം, അതായത് എം എന്ന് പറഞ്ഞാൽ സ്മോൾ എം ആണ്, ഇതിൻ്റെ സ്മോൾ എം ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ. ആ വീനെ നമുക്ക് വേണമെങ്കിൽ V0, അതായത് ഓർബിറ്റൽ വെലോസിറ്റി, ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ ക്യാപിറ്റൽ ആർ അല്ല സ്മോൾ ആർ, ഇത് വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ്. ഇതാണ് നമ്മുടെ എന്ത് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ ഇറ്റ് ബിക്കംസ് എം ഇൻറ്റു വി സ്ക്വയർ അല്ലേ, എം വി സ്ക്വയർ ബൈ ആർ. അതായത് ഇതിൻ്റെ കേസിൽ, നമ്മുടെ സാറ്റലൈറ്റിൻ്റെ കേസിൽ നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണെന്ന് അറിയണം. സോ V0 സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ക്യാപിറ്റൽ എം സ്മോൾ എം ആർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഈ എം താഴേക്ക് പോകും അല്ലേ, എം അല്ല ശരിയായില്ലേ, ജി എം എം ആർ സ്ക്വയർ എം. ഇതൊന്ന് വെട്ടിക്കളയാൻ പറ്റുന്നത് വെട്ടിക്കളയാം. ഓക്കെ, ബാക്കി എത്രയുണ്ട്? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം ബൈ എം വി സീറോ എം വി സീറോ സ്ക്വയർ ബൈ ആർ. ബാക്കി എന്തുണ്ട്? ആർ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് V0 സ്ക്വയർ. ഇനി നമുക്കപ്പോൾ V0 എന്തായിട്ട് കാണാം? റൂട്ട് ഓഫ് ജി എം ബൈ ആർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എസ്കേപ്പ് വെലോസിറ്റി നമുക്കറിയാം, റൂട്ട് ഓഫ് 2gm ബൈ ആർ. അത് എർത്തിൻ്റെ കേസിലാണ് ആറ്, അല്ലെ ഏത് പ്ലാനറ്റിൻ്റെ കേസിലാണെങ്കിലും അതിൻ്റെ എമ്മും അതിൻ്റെ ആറും. ഇവിടുത്തെ കേസിൽ എന്താണ്? ഇത് ജി ഇൻറ്റു എം ബൈ ആർ. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ സാധനം, ഈ ഓർബിറ്റൽ വെലോസിറ്റീസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് എന്താണ്? അതിൻ്റെ മാസ് അതിനകത്ത് വരുന്നില്ല, പകരം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എം ബൈ ആർ. ഇത്രയേ ഉള്ളൂ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ മറ്റേ രീതിയിലും എഴുതാം, നമ്മുടെ ജീൻ്റെ ടേംസിലോ അങ്ങനെയൊക്കെ എഴുതണമെങ്കിൽ അത് എഴുതാം, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സോ ദിസ് ഈസ് എന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി അല്ലേ, ഇതാണ് ഇതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എഴുതുന്നത്. ദിസ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇത് ജി ഡാഷ്. ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. ഇത് പലപ്പോഴും ചോദ്യം വരുന്നതാണ്. പിന്നെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വരുന്നുണ്ട്. മൈനസ്, ഇതിനകത്ത് മൈനസ് എന്തായാലും ഓർക്കണം, മൈനസ് GMM ബൈ ആർ ആണ്. പിന്നെ എസ്കേപ്പ് വെലോസിറ്റി, അതിൻ്റെ ഡെറിവേഷൻ അപ്പുറത്തുണ്ട്. ചുമ്മാ വളരെ ഈസി സിമ്പിൾ ഡെറിവേഷനാണ്. അതായത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഇത് പുറത്തേക്ക് പോകാൻ വേണ്ടി ആക്ച്വലി ഇൻഫിനിറ്റിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിട്ട് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് വിചാരിക്കുന്നു. സോ വാട്ട് എവർ മേ ബി ദ കേസ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ എർത്തിൻ്റെ ഫീൽഡിൽ നിന്നും അല്ലെങ്കിൽ ഏത് പ്ലാനറ്റിൻ്റെ അട്രാക്റ്റീവ് ഫീൽഡിൽ നിന്നും പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് വേണ്ട വെലോസിറ്റിയാണിത്. എർത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് 11.22 അല്ലായിരുന്നോ, കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എർത്തിൻ്റെ എന്ത് എസ്കേപ്പ് വെലോസിറ്റി. അതിന് നമുക്ക് റൂട്ട് 2gm ബൈ ആർ എന്ന് എഴുതാം, റൂട്ട് 2gr എന്ന് എഴുതാം. ഇത് നമുക്ക് ജീനെ വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി എഴുതുന്നതാണ്. അതറിയാമല്ലോ, mg ഈസ് ഈക്വൽ ടു വെയിറ്റ്. നമുക്ക് അതിൽ നമുക്ക് GMM ബൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ജീൻ്റെ വാല്യൂ. അപ്പോൾ അതിനെ അതായത് നമുക്ക് GM, ഈ MM ക്യാൻസൽ ചെയ്തു, G ഈസ് ഈക്വൽ ടു GM ബൈ ആർ സ്ക്വയർ. അപ്പം നമ്മൾ ഈ GMനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് GR സ്ക്വയർ വരുന്നത്. ഒരു ആർ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 2gr റൂട്ട് 2gr വരും. അപ്പോൾ ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ബട്ട് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അന്നേരം ഇതൊക്കെ ഡെറൈവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇച്ചിരി സമയം എടുക്കും, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഡെറൈവ്. പക്ഷേ ഇങ്ങനെ ഡെറൈവ് ചെയ്ത് നമ്മൾ എന്തിനാണ് ഞാൻ ഡെറിവേഷൻ പറയണമെന്ന് വെച്ചാൽ, ഡെറൈവ് ചെയ്ത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെന്നെങ്കിൽ ഇരിക്കും, ചെറിയ വ്യത്യാസങ്ങളൊന്നും വരത്തില്ല. ഇപ്പോൾ ആർ സ്ക്വയർ ആണോ, ആർ ആണോ, സ്മോൾ ആർ ആണോ, ക്യാപിറ്റൽ ആർ ആണോ, നമ്മൾ കൺഫ്യൂഷൻ ഒന്നും വരത്തില്ല. ഓക്കെ, സോ അതുകൊണ്ട് എസ്കേപ്പ് വെലോസിറ്റി പഠിച്ചു. ഇത് ഓർബിറ്റൽ വെലോസിറ്റി GM ബൈ ആർ. ഒരു റൂട്ട് ഇവിടെ, ഒരു 2 ഇവിടെ അകത്തുണ്ടെന്നേ ഉള്ളൂ, ബാക്കി എവറിത്തിങ് ഇസ് സെയിം. പക്ഷേ ഇവിടുത്തെ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർബിറ്റ്, സാറ്റലൈറ്റ് ഇച്ചിരി എർത്തിൻ്റെ തൊട്ട് മേലെ അല്ലല്ലോ, കുറച്ചുകൂടെ മാറിയിട്ടല്ലേ, അവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ആർ. ചിലപ്പോൾ എർത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഡിസ്റ്റൻസ് ആയിരിക്കും തരുന്നത്. അപ്പം നമ്മൾ അറിയാതെ ടോട്ടൽ ആറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം H ആണ് തരുന്നതെങ്കിൽ വി ഹാവ് ടു റൈറ്റ് H+R ആണ് നമ്മുടെ ആർ. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. സോ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു, ഇത് പഠിച്ചു. ഞാൻ അതൊന്ന് എഴുതിയിട്ടേക്കാം. ദാറ്റ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി V ഈസ് ഈക്വൽ ടു റൂട്ട് 2gh അല്ലെങ്കിൽ റൂട്ട് ഓഫ് എന്താണ് 2gm ബൈ ആർ.
ഇതാണ് നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി. ബട്ട് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 ഇല്ല, gm/r. ആ r എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് സ്മോൾ r ആണ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമ്മുടെ കൈനറ്റിക് എനർജിയും കൂടെ പഠിക്കാം. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പഠിച്ചു. ടോട്ടൽ എനർജി ഓഫ് ദി സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കൈനറ്റിക് എനർജി വേണം, പൊട്ടൻഷ്യൽ എനർജി വി നോ ഇറ്റ് ഈസ് -gmm/r. ഓക്കെ, ടോട്ടൽ എനർജി ചില കേസിൽ ടോട്ടൽ എനർജിയുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വി നോ ദാറ്റ് ഇറ്റ് ഈസ് -gmm/r. സ്മോൾ ആർ അല്ലേ, കാരണം ഇവിടേക്കല്ലേ വേണ്ടേ, സോ ഇറ്റ് ബിക്കം സ്മോൾ ആർ. പിന്നെ വന്നിട്ട് നമ്മുടെ കൈനറ്റിക് എനർജിയാണ് നമുക്ക് വേണ്ടത്. കൈനറ്റിക് എനർജി നമുക്കറിയാം എന്താണ്, 12 m × v². വി എന്ന് പറഞ്ഞാൽ ഈ ഓർബിറ്റൽ വെലോസിറ്റി വി. അപ്പോൾ വി നമുക്കറിയാം എന്താണ്, ഓക്കെ, വി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തു അല്ലേ, നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി ഇതാണ്. നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 12 m ഈ വി എടുത്താൽ പോരെ, ദാറ്റ് ഈസ് gm/r. കാരണം ഇത് റൂട്ടാണ്, v0 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആകുമ്പം ഇറ്റ് ഈസ് ദിസ് മച്ച്. സോ ഇറ്റ് ബിക്കംസ് 12 gmm/r അല്ലേ, ഈ സാധനം തന്നെ അല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, -gmm/r പ്ലസ് gmm/2r. അപ്പോൾ എന്ത് കിട്ടാം, നമ്മളിത് LCM എടുത്തോ അല്ലെങ്കിൽ നോക്കാം. ഇത് 1 ആണ്, ഇത് -1 ആണ്, ഇത് 1/2 ആണ്. സോ ഇറ്റ് ബിക്കംസ് -gmm/r. ഓക്കെ, സോ ദാറ്റ് ഈസ് ടോട്ടൽ എനർജി. ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി എന്തായിട്ട് വരും. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് മൈനസ് ഓഫ് കൈനറ്റിക് എനർജി അല്ലേ. കൈനറ്റിക് എനർജി 12 gmm/r അല്ലേ കൈനറ്റിക് എനർജി. അതിൻ്റെ മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, കൈനറ്റിക് എനർജിയായി. പിന്നെ ചോദിക്കുന്നത് എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് -gmm/r. അത് ഇതായിട്ടുള്ള റിലേഷൻഷിപ്പ്, അത് ഇതിൻ്റെ 2 ടൈംസ് ആണല്ലേ, 2 × -2 × കൈനറ്റിക് എനർജി. ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡെറിവേഷൻ ഓർത്തിരിക്കുക. വാട്ട് ഈസ് കൈനറ്റിക് എനർജി, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി. 12 mv² വി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ വി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെൻട്രിപിറ്റൽ ഫോഴ്സും അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ mv²/r, അതായത് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഇനി ഒരേ ഒരു കാര്യമുള്ളത്, ഇതിങ്ങനെ പോകുമ്പോൾ ഇതിന് ടൈം പീരീഡ് ഉണ്ട്. ടൈം പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എർത്തിൻ്റെ മേലെ സാറ്റലൈറ്റ് കറങ്ങുന്നതാവാം, ഇതില്ലെങ്കിൽ സണ്ണുണ്ട്, സണ്ണിന് ചുറ്റിനും, ആക്ച്വലി സണ്ണിൻ്റെ ചുറ്റിനും ഇതൊരു സർക്കുലർ ഓർബിറ്റ് അല്ലെങ്കിൽ പോലും ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു സർക്കിളായിട്ട് അസ്യൂം ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതും ചെയ്യാം. സണ്ണാണ്, മൂണോ മാർസോ എന്തുവാന്ന് വെച്ചാൽ, മൂണല്ല മാർസോ അല്ലെങ്കിൽ വീനസോ അതല്ലെങ്കിൽ എർത്തോ ഒക്കെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കേസാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പം ഇതിനകത്ത് ഇനി നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വെലോസിറ്റി പറഞ്ഞു, ഇനി ടൈം പീരീഡ് എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷന് വേണ്ടി ഇതെടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ, 1 കംപ്ലീറ്റ് റൊട്ടേഷന് വേണ്ടി ഈ പ്ലാനറ്റ് അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റ് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് അങ്ങ് എഴുതാം അല്ലേ, ഇത് വായിക്കുവാണേ. സോ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം, ഇങ്ങനെയുള്ള 3-4 ടൈപ്പ് ഓഫ് പ്രോബ്ലംസാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അതായത് എസ്കേപ്പ് വെലോസിറ്റി, ഈ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ, ഇനി ടൈം പീരീഡ് and its relationship with എന്താണ്, റേഡിയസ് അല്ലെങ്കിൽ നമ്മുടെ ഈ r, ഈ ഡിസ്റ്റൻസ്, ഈ സ്മോൾ r is the distance between that satellite and our planet. ഓക്കെ, അപ്പം നമുക്കറിയാം ടൈം പീരീഡ് എന്ന് വെച്ചാൽ എന്താ, 2π/ω. ഒമേഗ എന്ന് വെച്ചാൽ നമുക്ക് എന്താ അറിയാം, v is equal to r omega, so omega is equal to v/r. so v/r, p എന്ന് പറഞ്ഞാൽ നമ്മുടെ v0 അല്ലേ, അതെന്തായിട്ട് വരും, √gm/r, അതാണ് v. പിന്നെ ഒരു r കൂടി ഉണ്ട്, സോ gm/r² അല്ലേ. v0 എന്ന് പറഞ്ഞാൽ gm/r ആണ് എന്ത്, v. 1/r പുറത്ത് വരും അല്ലേ, 1/r × v എന്ന് പറഞ്ഞാൽ ഇതായി. ഇനി നോക്കുക, ഈ 1/r കൂടെ നമ്മൾ അകത്തോട്ട് കയറ്റുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് gm/r².
ഇത് സ്ക്വയർ റൂട്ടിനകത്ത് പോകുമ്പം ആർ സ്ക്വയർ ആവത്തില്ലേ, ആർ സ്ക്വയർ ഇൻറ്റു ആർ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ആർ സ്ക്വയർ അകത്തുണ്ടെങ്കിലാണ് പുറത്തേക്ക് വരുമ്പോൾ അതിനെ ആറാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നത്. സോ വി ബൈ ആർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ റൂട്ടിനകത്ത് ജി എം ബൈ ആർ എന്ത് വരും, ജി എം ബൈ ആർ ക്യൂബ്. സോ ജി എം ബൈ ആർ ക്യൂബാണ് എന്ത്, ഒമേഗ. സോ ഇവിടെ ടി എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ. അപ്പോൾ ഇതിനെ തിരിച്ചിട്ടാൽ മതിയല്ലോ, 2π ഒമേഗ ആണ് ഇത് കിട്ടിയേക്കുന്നത് നമുക്ക്. സോ 2π ബൈ റൂട്ട് ഓഫ് ജി എം ബൈ ആർ ക്യൂബ്. സോ ദാറ്റ് മീൻസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി ഇൻറ്റു എം. ഇതാണ്, ദാറ്റ് ഈസ് അവർ ടി. അപ്പോൾ ടി ബിക്കംസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് അവർ ടൈം പീരീഡ്. അതായത് ഒരു സാറ്റലൈറ്റിന് ഇത്രയും കറങ്ങി തിരിച്ചെത്താൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് എന്ത്, ദിസ് വൺ. 2π ബൈ ഒമേഗയ്ക്ക് പകരമാണ് നമ്മളിതെല്ലാം ഇട്ടേക്കുന്നത്. 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം. ജി എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. എം എന്ന് വെച്ചാൽ ആ വലിയ പ്ലാനറ്റിൻ്റെ മാസ്. ഈ സാറ്റലൈറ്റിൻ്റെ അല്ല, വലിയ ഏത് പ്ലാനറ്റിന് ചുറ്റിനുമാണ് ഈ സാറ്റലൈറ്റ് കറങ്ങുന്നത്, ആ ഹെവി പ്ലാനറ്റിൻ്റെ മാസാണ് എം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിയും ഈ എമ്മും 2ഉം പൈയും ഒക്കെ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2π ദ ഹോൾ സ്ക്വയർ. ഈ റൂട്ട് അങ്ങ് മാറ്റാമല്ലോ. സോ ദെൻ ഇറ്റ് ബിക്കംസ് ആർ ക്യൂബ് ബൈ ജി എം. അപ്പോൾ ഇതിനകത്ത് ഈ സാധനവും ഈ ജി എമ്മും എല്ലാം എന്താണ്, എവറിത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്. ഈ ആർ മാത്രമാണ്, ഇത് നല്ല ഡിസ്റ്റൻസ് മാത്രമാണ് ഇതിൽ മാറുന്നത്. ഒരു പ്ലാനറ്റിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ, ഒരു പ്ലാനറ്റും അതിൻ്റെ സാറ്റലൈറ്റും എടുക്കുവാണെങ്കിൽ, ഡിഫറെൻറ്റ് പ്ലാനറ്റ് ആകുമ്പം ജി സെയിം ആണെങ്കിൽ എം മാറും. ബട്ട് ഒരേ ഒരു പ്ലാനറ്റിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ആ സെയിം പ്ലാനറ്റിൻ്റെ ടി സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലം വരും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, മാറിപ്പോകാൻ വളരെയേറെ ചാൻസ് ഉള്ളൊരു സാധനമാണ് ടി സ്ക്വയർ. അതായത് ഇതിൻ്റെ ടൈം പീരീഡിൻ്റെ സ്ക്വയർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഈ പ്ലാനറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുവരെയുള്ള സെൻറ്ററിൽ നിന്ന്, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന, സെൻറ്ററിൽ നിന്നും നമ്മളുടെ ഈ കുട്ടി സാറ്റലൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. അതിൻ്റെ ക്യൂബും ഇതിൻ്റെ സ്ക്വയറും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. എന്ന് വെച്ചാൽ എന്താണ്, ഇതേമാതിരി രണ്ട് സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ ടി എ ബൈ ടി ബി ഈസ് ഈക്വൽ ടു എന്ത് വരും, ആർ എ ക്യൂബ്. ഞാൻ ഇങ്ങനെ ആർ എഴുതുന്നത് പ്രശ്നമില്ലല്ലോ, ആർ ബി ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് എഴുതാം. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ നമുക്ക് ടൈം പീരീഡ് അറിയാം. അതായത് എർത്തിൻ്റെയും മൂണിൻ്റെയും കേസിലുള്ള നമുക്ക് അറിയാമെങ്കിൽ എർത്തും മൂണും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാം, മൂണിൻ്റെ ടൈം പീരീഡ് നമുക്കറിയാം. എത്രയാണ് മൂണിൻ്റെ ടൈം പീരീഡ്, ഒരു ദിവസം കൊണ്ട് മൂൺ അത് റൊട്ടേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാം. 24 hours നമുക്ക് മൂണിൻ്റെ കേസിൽ അറിയാമെങ്കിൽ വേറെ ഒരു പ്ലാനറ്റിൻ്റെ, വേറെ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിൻ്റെ, എർത്തിൻ്റെ തന്നെ ചുറ്റിലുമുള്ള വേറെ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിൻ്റെ ഐദർ റേഡിയസോ ഐദർ ടൈം പീരീഡോ നമുക്ക് കിട്ടിയാൽ അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് എടുക്കാം. അതായത് വേറൊന്നത്തിന് ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പ്ലാനറ്റ് ടു സാറ്റലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ തിരിച്ചും. ഓക്കെ, സോ അങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് ഇതിനകത്ത് വരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇൻ ആൻഡ് അറൗണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കുറേശ്ശെ കുഞ്ഞു വീഡിയോ ആക്കണ്ടെന്ന് കരുതിയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫോഴ്സ്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, എസ്കേപ്പ് വെലോസിറ്റി, അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി, സാറ്റലൈറ്റിനകത്ത് വരുന്ന കേസസ് എല്ലാം, സാറ്റലൈറ്റിൻ്റെ നമ്മളിപ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതെല്ലാം നേരത്തെ പറഞ്ഞു, -GMM/r. ഇത് വന്നിട്ട് നമുക്ക് ½ mv² വരും. അതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ വിറ്റ് ഈസ് ½ × GMM/r വന്നു. സോ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, ½ - GMM/r കിട്ടി. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ആലോചിക്കുക, ഇത് ഇത്ര ഓർത്ത് വയ്ക്കുക. ദെൻ V0 GM/r, √Gm/r. പിന്നെ ഈ T² ഒരിക്കലും മറക്കരുത്. ഞാനിവിടെ മറന്നുപോയി. ദിസ് വൺ ഈസ് T², TA/TB the whole square. T² എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം. TA/TB the whole square is equal to
എന്താണ് ഇതിങ്ങനെ ക്യൂ എഴുതാം, ഇങ്ങനെ എഴുതാം, RA/RB ദ ഹോൾ ക്യൂബ്. സോ ഈ റിലേഷൻഷിപ്പ് എപ്പോഴും നമ്മൾ ഓർത്തണം. T² ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതിലെ ഓരോ സാധനത്തിനും. പിന്നെ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. ഇതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് T ഒന്നും ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, കാരണം ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ GM ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഒന്ന് തന്നെ നിങ്ങൾക്ക് ഇൻഡു ചെയ്ത് എത്തുമ്പോഴേക്കും നിങ്ങളുടെ സമയം കഴിയും. സോ ബെറ്റർ യു റിമെമ്പർ ദിസ് തിങ്, T² ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ്. അത് എപ്പോൾ പറഞ്ഞാലും നമുക്കത് ഓർമ്മയുണ്ടാവണം. ദെൻ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഫോഴ്സ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിപ്പോൾ അങ്ങ് ചെയ്യാം. ഓക്കെ, ഓക്കെ. രണ്ട് പ്രോബ്ലം ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് കീം 2024 പ്രോബ്ലമാണ്. ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ചോദ്യം? ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റിനും ഒരു സാധനം, ഒരു പ്ലാനറ്റ് കറങ്ങുന്നുണ്ട്. പിന്നെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ ഡീറ്റെയിൽസ് ഒന്നും തരാത്തതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം. ഓഫ് സെമി മേജർ ആക്സിസ് എ, അതിൻ്റെ റേഡിയസ് ആയിരിക്കാം തന്നിട്ടുണ്ടാവുക എ എന്ന് പറയുന്നത്. അത് T ആണെങ്കിൽ Tയും Aയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചേക്കുന്നത്. കാരണം ഇതിനകത്ത് തരാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ യൂഷ്വൽ ഫോർമുല തന്നെ എടുക്കാം. ടൈം പീരീഡും ഡിസ്റ്റൻസ് ആയിരിക്കണം എ എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എടുക്കാം. അതായത് വാട്ട് ഈസ് അവർ റിലേഷൻഷിപ്പ്? T² ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു A ക്യൂബ്. അപ്പം പറഞ്ഞേക്കുന്നത് എന്താ? ഒരു സണ്ണിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഏതോ ഒരു ഇതിപ്പോൾ സണ്ണാണെന്ന് കരുതുക. ആക്ച്വലി ഇതല്ല, എലിപ്റ്റിക്കൽ പാത്തിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് എ എന്ന് പറയുന്നുണ്ട്. എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. അതിൻ്റെ സെമി മേജർ ആക്സിസ് അല്ല, സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ Tയും Aയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം T² ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ്. ഈ ആറിന് പകരം ഇവിടെ A തന്നേ ഉള്ളൂ. സോ യു കൺസിഡർ ഇറ്റ് ആസ് ദിസ് ഈസ് സൺ, ഇത് സാറ്റലൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്? T² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A ക്യൂബ്. സോ ഇനി അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. അത് 25 വന്നതാണ്. കീം 2025 വന്ന ഒരു പ്രോബ്ലമാണ് അടുത്തത്. ടു സാറ്റലൈറ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്. സാറ്റലൈറ്റ് എ ഉണ്ട്, ബി ഉണ്ട്. ആർ ഓർബിറ്റിംഗ് ആണ്. ഓർബിറ്റിംഗ് ദ എർത്തിനെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് സാറ്റലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.5 R ആൻഡ് 7.5 R റെസ്പെക്റ്റീവ്ലി ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഈ ഡിസ്റ്റൻസ് തന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറെ ചിന്തിക്കണം. എർത്തിൻ്റെ സർഫസിൽ നിന്നാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കണമായിരുന്നു. ഓക്കെ, ദ റേഷ്യോ ഓഫ് ടൈം പീരീഡ്സ് ഓഫ് എ ആൻഡ് ബിൻ്റെ ടൈം പീരീഡാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വളരെ സ്പീഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഞാനതൊന്ന് വരച്ചിട്ട് ചെയ്യാം. ഇത് നമ്മുടെ എർത്താണ്. എർത്തിൻ്റെ മുകളിൽ ചുറ്റിനും ഒരു സാറ്റലൈറ്റിൽ ഒരു പാത്തിലൂടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പാത്തിലൂടെ ഓക്കെ അടുത്ത സാറ്റലൈറ്റ്. സോ ദിസ് വൺ ഈസ് എ, ഇത് ബി. എയിന് ഈ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെയുള്ള ഡിസ്റ്റൻസ്, അതായത് R പറഞ്ഞിട്ടുണ്ട്. എത്ര 2.5 R. പിന്നെ ഈ ബി എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ബി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ബി ലെറ്റ് ഇറ്റ് ബി ഹിയർ. ബി എന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7.5 R തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് ടൈം പീരീഡ്സ് ഓഫ് എ ആൻഡ് ബി, TA/TB ആണ് ചോദിച്ചേക്കുന്നത്. So we know that TA/TB the whole square is equal to എന്താണ്? RA/RB RB the whole cube. ഓക്കെ, നമുക്കിപ്പോൾ അറിയാവുന്ന സാധനം ഇങ്ങോട്ട് എഴുതാം. വാട്ട് ഈസ് RA പറഞ്ഞിട്ടുള്ളത് 2.5 R. ഓക്കെ, RB എന്ന് പറഞ്ഞേക്കുന്നത് 7.5 R. എയിൻ്റെ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 2.5 R. ബിൻ്റെ ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ഇത് TB ആണ് ഇതിൻ്റെ ടൈം പീരീഡ്. ബിൻ്റെ ഇത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് 7.5 R തന്നേക്കുന്നത്. ഓക്കെ, അത് രണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിയും TBയും നമുക്കറിയത്തില്ല. സോ TA/TB ഹോൾ സ്ക്വയർ ഇടാൻ മറന്നു പോരുത്. സ്ക്വയർ ഈസ് ഈക്വൽ ടു RA എത്രയാണ്? 2.5 R ഡിവൈഡഡ് ബൈ 7.5 R. അതിൻ്റെ ഹോൾ ക്യൂബ്. R ക്യാൻസൽ ചെയ്തു. 25 3 75 അല്ലേ? സോ TA/TB ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ദ ഹോൾ ക്യൂബ്.
അപ്പോൾ നമുക്കങ്ങനെ എഴുതാം 1/3 × 3 അതല്ലേ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് TA/TB എടുത്താൽ എന്ത് വരും? ഇതിൻ്റെ സ്ക്വയറാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1/3 × 3 × 3. സ്ക്വയർ റൂട്ട് ഓഫ് 3 × 3 × 3 എന്ത് വരും? ഈ രണ്ടെണ്ണം ഇവിടെ വന്നതുകൊണ്ട് ഒരു 3നെ പുറത്തെടുക്കാം. 1/3 × √3 വരും. ഓക്കെ, സോ TA/TB = 1:3 √3. ഓക്കെ, സോ 1:3 √3 എന്തായിരിക്കും ആൻസർ? 1:, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ജസ്റ്റ് എ മിനിറ്റ്, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കുക. അതായത് T² ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ഇത് വെച്ചിട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സ്ക്വയർ ഇടാൻ മറക്കരുത്. ക്യൂബ് കണ്ടുപിടിക്കുക, ജസ്റ്റ് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വന്നിട്ട് നമ്മൾ ആ സ്ക്വയർ റൂട്ട് ആക്കുക, ക്യൂബ് മാറ്റി സ്ക്വയർ റൂട്ട് ആക്കുക, ക്യൂബിനെ അങ്ങോട്ട് 3 ഇടുക. വളരെ സിമ്പിളായിട്ടുള്ള വാല്യൂസൊക്കെ നമുക്ക് തരത്തുള്ളൂ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന വാല്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, കീം 2025 ഒരു പ്രോബ്ലമാണിത്. ദ റേഷ്യോ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ടു ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് ദ എർത്ത്. നോർമലി നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി പറയുന്നത് സാറ്റലൈറ്റിനാണ്, എർത്തിന് ചുറ്റിലുള്ള കേസിൽ. ബട്ട് ഇവിടെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയും എർത്തിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? VE = √2GR. മറ്റേ ഇക്വേഷൻ നമുക്ക് എടുക്കാം, √2GR എടുക്കാം, √2GM/R എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √GR. അപ്പോൾ ഇവിടെ എർത്തിൻ്റെ കേസിലാകുമ്പോൾ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് GR എന്ന് എടുക്കാം. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്, ഇവിടെയും R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, സോ അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്ന റേഷ്യോ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി VE/VO ആണ് ചോദിച്ചേക്കുന്നത്. VE എന്താ? √2GR / √GR. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? √GR ക്യാൻസൽ ചെയ്ത് പോകും, ബാക്കി ബാലൻസ് ഈസ് √2. സോ ദിസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമുക്ക് ഈ രണ്ട് ഇക്വേഷനും അറിയാമായിരുന്നെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അല്ലേ. അപ്പോൾ ആൻസർ ഈസ് √2. ഇത്രയേ ഉള്ളൂ. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ഈസ് √2GR. അതുപോലെ തന്നെ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി GR ആണ്. എർത്തിൻ്റെ കേസ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് G × ക്യാപിറ്റൽ R. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. ദ ആൻസർ ഈസ് √2 only. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 2025 തന്നെ ക്വസ്റ്റ്യൻ ആണ്. ദ ഓർബിറ്റൽ വെലോസിറ്റി VO ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് റിവോൾവിങ് അറൗണ്ട് ദ എർത്ത് അറ്റ് എ ഹൈറ്റ് R. അത് നോക്കിക്കോണേ. ആ സാറ്റലൈറ്റ് എർത്തിൻ്റെ സർഫസിൽ നിന്നും R അകലെയാണ്. ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ? ഇൻ ടേംസ് ഓഫ് എസ്കേപ്പ് വെലോസിറ്റി VE ഫ്രം ദ എർത്ത്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്? ദ ഓർബിറ്റൽ വെലോസിറ്റി VO ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വിച്ച് ഈസ് റിവോൾവിങ് അറൗണ്ട് ദ എർത്ത് അറ്റ് എ ഹൈറ്റ് R ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ഇൻ ടേംസ് ഓഫ് എസ്കേപ്പ് വെലോസിറ്റി. എന്ന് വെച്ചാൽ എർത്ത് ഇങ്ങനെയുണ്ട്, എർത്തിനൊരു റേഡിയസ് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ R എർത്ത്. ഇതിൻ്റെ ചുറ്റിനും ഒരു സാറ്റലൈറ്റ് അതിൻ്റെ ആ സർക്കുലർ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് എ സാറ്റലൈറ്റ്. ഓക്കെ, സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത് എന്ത്? ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഈസ് R. അങ്ങനെയാണെങ്കിൽ ഇതിന് നമ്മുടെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്മോൾ r ഈസ് 2R. കാരണം ഇത് R ഉണ്ടല്ലോ, ഇത് ഡിഫറെൻറ്റ് R ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടെ വരെ R ആണ്. അപ്പോൾ സാറ്റലൈറ്റിൽ നിന്ന് എർത്തിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ r ഈസ് ഈക്വൽ ടു 2R. അത് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്ന ഓർബിറ്റൽ വെലോസിറ്റി നമുക്കറിയാം. ഇവിടുത്തെ കേസിലല്ല, നമ്മൾ എർത്തിൻ്റെ പുറത്തൊക്കെയുള്ള കേസിലെല്ലാം നമുക്ക് മറ്റേ യൂണിവേഴ്സൽ ഇക്വേഷൻ എടുക്കുന്നതാണ് ഇറ്റ് ഈസ് ഗുഡ്. സോ GM/R ആണ് നമ്മുടെ എന്ത്? GM/R ആണ് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി. പിന്നെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ടേംസിൽ അതിനെ കണ്ടുപിടിക്കാനാണ് വന്നത്. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഓർബിറ്റ് അല്ലെ ഓർബിറ്റൽ വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് VE നമുക്കറിയാമല്ലോ. ഒന്നെങ്കിൽ √2GM/R അല്ലെങ്കിൽ √2GR. അപ്പോൾ നമുക്ക് ഈ കേസിൽ ഇത് എടുക്കാം, കാരണം ഇതാണ് യൂണിവേഴ്സൽ ഇക്വേഷൻ.
അപ്പം മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇത് തന്നെ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സേഫ്. കാരണം എർത്തുമായിട്ട് സംബന്ധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഇത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ കേസിലും നമുക്ക് യൂണിവേഴ്സൽ ഇക്വേഷൻ എടുക്കുന്നതാണ് സിമ്പിൾ. അപ്പോൾ വി ഒക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. വി ഒ ഇസ് ഈക്വൽ ടു √g_m/r. ഈ ആർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ കേസിൽ, ഇവിടെ തന്നിരിക്കുന്ന കേസിൽ സാറ്റലൈറ്റ് ഈസ് എന്താണ് 2r ഡിസ്റ്റൻസ് എവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത്, ഓ എന്നെടുക്കാം. സോ ദിസ് ആർ ബിക്കംസ് 2r. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് VO/E എടുക്കാം അല്ലേ. VO/VE എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ അതിനെ നമുക്ക് എഴുതാം. ഓക്കെ, ദിസ് വൺ ഈസ് √VOൻ്റെ വാല്യൂ എത്രയാണ്? √gm/2r ഡിവൈഡഡ് ബൈ 2gm/r. അപ്പോൾ നമുക്ക് കളയാൻ പറ്റുന്നത് കളയാം. √2gm ഒരു r വെട്ടിക്കളയാം അല്ലേ. ഇവിടെയും gm/r വെട്ടിക്കളയാം. ബാക്കി എന്തുണ്ട്? 1/√2 ഡിവൈഡഡ് ബൈ √2 ശരിയല്ലേ. gm/2r. അപ്പം നമുക്കിതെങ്ങനെ എഴുതാം? 1/√2 ഇൻറ്റു √2. √2 എത്ര? 1/2. സോ VO ഇസ് ഈക്വൽ ടു VE/2. സോ VOനെ ഇൻ ടേംസ് ഓഫ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ടേംസിലല്ലേ എഴുതാൻ പറഞ്ഞത്. സോ ദ ആൻസർ ബിക്കംസ് എന്താണ്? ശരിയാണെന്ന് നോക്കിയോട്ടെ. VO ഇസ് ഈക്വൽ ടു VE/2. സോ ദ ആൻസർ ഈസ് VO ഇസ് ഈക്വൽ ടു VE/, ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ. അപ്പം ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. gm/, ഈ ഇക്വേഷൻസ് നിങ്ങൾ എന്തായാലും എപ്പോഴും ഓർത്തിരിക്കുക. ഓർബിറ്റൽ വെലോസിറ്റി gm/r. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ടു സാറ്റലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. gm/r. r ഇൻ ദ കേസ് ഹിയർ ഇറ്റ് ഈസ് gm/2r. അത് എഴുതി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. VE നമുക്കറിയാം എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത്. എർത്താണെങ്കിലും എന്താണെങ്കിലും ഇതിൽ എർത്തിൻ്റെയാണ് ചോദിച്ചത്. √2gm/r, അതായത് മാസ് ഓഫ് എർത്ത്, r ഓഫ് റേഡിയസ് ഓഫ് എർത്ത്. ഇതൊന്നും നമുക്ക് റേഡിയസ് ആണ് r എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ജസ്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VOനെ VEൻ്റെ ടേംസിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ ജസ്റ്റ് ആ രണ്ട് ഇക്വേഷൻ നമ്മൾ ഓർത്ത് വയ്ക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r മിക്കവാറും ചിലപ്പോൾ 3r ആവും, ചിലപ്പോൾ 4r ആവും. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സർഫസിൽ നിന്നാണോ തന്നിരിക്കുന്നത് ഈ ഡിസ്റ്റൻസ്, അതോ സെൻറ്ററിൽ നിന്നാണ്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ ട്വിസ്റ്റായിട്ട് വരാൻ പറ്റുന്നത്. എന്തെങ്കിലും നമുക്ക് തെറ്റിപ്പോകാൻ വരുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാറ്റലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് ഫ്രം സർഫസ് ഓഫ് ദ എർത്ത് ആണോ സെൻറ്റർ ഓഫ് ദ എർത്ത് ആണോ എന്ന് ശ്രദ്ധിക്കുക. സർഫസ് ഓഫ് ദ എർത്ത് ആണ് ഇവിടെ തന്നേക്കുന്നത്. സർഫസ് ഓഫ് ദ എർത്ത് r. ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ഇത് സെൻറ്റർ ഓഫ് ദ എർത്ത് എന്നോ അല്ലെങ്കിൽ ഇത് 2r എന്നോ 3r എന്നൊക്കെ തരിക. എപ്പോഴും ഈ സാറ്റലൈറ്റിൻ്റെ ഈ സ്മോൾ r എന്ന് പറയുന്നത് എപ്പോഴും ഫ്രം ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആണ്. അത് മാത്രം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നൊന്നും ശ്രദ്ധിക്കുക. ജസ്റ്റ് അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ നോക്കണം. ഓവർ കോൺഫിഡൻറ്റ് ആവരുത്. ഇതിലൊക്കെയാണ് നമ്മുടെ മിസ്റ്റേക്ക് വരാൻ പോകുന്നത്. കാരണം ഇതെല്ലാം തിരിച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാണ്ട് ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക. ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ഓർത്തിക്കുക. ഈ ചാപ്റ്ററിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസും സിമ്പിൾ ഇക്വേഷൻസേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈ √2gm/r ആണ് എസ്കേപ്പ് വെലോസിറ്റി. VO എന്ന് പറഞ്ഞാൽ gm/r. അത് രണ്ട് ശ്രദ്ധിക്കുക. മറ്റേ നമ്മൾ എർത്തിൻ്റെ കേസിൽ നമ്മൾ ഡെറൈവ് ചെയ്ത് എടുക്കുന്നതാണ്. ഫോർ ഈസി കാൽക്കുലേഷൻ നമുക്ക് അത് എടുക്കാം. ബട്ട് ദിസ് വൺ ഈസ് എ ബേസിക് കാൽക്കുലേഷൻ, ബേസിക് ഇക്വേഷൻസ്. √2gm/r, gm/2r. gm/r ആണ് ഇവിടുത്തെ കേസിലായതുകൊണ്ടാണ് 2r നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പം മാക്സിമം നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്ത് നെക്സ്റ്റ് കീം 2025 വന്നൊരു പ്രോബ്ലമാണിത്. വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിക്കാം. ദ പീരീഡ് ഓഫ് റെവല്യൂഷൻസ് നമുക്കറിയാമല്ലോ. ടൈം പീരീഡാണ് പറഞ്ഞേക്കുന്നത്. T ഓഫ് ദ പ്ലാനറ്റ് A around the sun is 27 times that of another planet B. Okay, if the distance of A from the sun is x times greater than that of B from the sun, then the value of x. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സണ്ണിൻ്റെ ചുറ്റിനും രണ്ട് പ്ലാനറ്റ് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഓക്കെ, അതിന് രണ്ട് റേഡിയസ് ആണ്. ദിസ് വൺ ഈസ് നമുക്കൊന്നും അറിയത്തില്ല ഏതാണ്. പ്ലാനറ്റ് A അറൗണ്ട് ദ സൺ ഈസ് 27 times that of another planet B. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇത് A, ഇത് B എന്ന് എടുക്കുക. അപ്പം ഈ ഏത് സൺ. അപ്പോൾ സണ്ണിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഇങ്ങോട്ടുണ്ട്, ഇവിടെ നിന്നൊരു ഡിസ്റ്റൻസ് ഇങ്ങോട്ട്. ദിസ് ഈസ് R ഓഫ് A. ഇവിടെ T ഓഫ് A ഉണ്ട്,
ഇത് ആർ ഓഫ് ബി, അതായത് ഡിസ്റ്റൻസ് ഫ്രം സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. എല്ലാം സണ്ണിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് ആർ ഓഫ് എയും ആർ ഓഫ് ബിയും. ഇത് ടി ബി. അപ്പോൾ 2 പ്ലാനറ്റ് സണ്ണിന് ചുറ്റിനും കറങ്ങുന്നുണ്ട്. എന്ത് വേണേൽ ആവാം. അതിൻ്റെ T2 ഇൻ ടേംസ് ഓഫ് ആണ് തന്നേക്കുന്നത്. എന്തൊക്കെയാണ് തന്നേക്കുന്നത് നോക്കാം. പ്ലാനറ്റ് എ അറൗണ്ട് ദ സൺ, ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് എ TA ഈസ് ഈക്വൽ ടു 27 ടൈംസ് TB. അത് മനസ്സിലായല്ലോ. അതാണല്ലോ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്. ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് പ്ലാനറ്റ് എ ഈസ് 27 ടൈംസ് ദാറ്റ് ഓഫ് അനദർ പ്ലാനറ്റ് ബി. വേറൊരു പ്ലാനറ്റിൻ്റെ ടൈം പീരീഡ് ഉണ്ട് TB. TA എന്ന് പറയുന്നത് അതിൻ്റെ 27 ടൈംസ് ആണ്. ഓക്കെ. പിന്നെ പറഞ്ഞേക്കുന്നത് ഇഫ് ദ ഡിസ്റ്റൻസ് ഓഫ് എ ഫ്രം ദ സൺ, സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എയ്ക്ക്, ഡിസ്റ്റൻസ് വെച്ചാൽ ആർ ഓഫ് എ ഈസ് എന്താണ് എക്സ് ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി, RB. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 ആണ് കൂടുതലല്ലേ. 6 എല്ലാം പോസിറ്റീവ് ആകുന്നത്. സോ ദിസ് വൺ ആക്ച്വലി ഇത് TA-യും ദിസ് വൺ ഈസ് പ്ലാനറ്റ് എ, ദിസ് വൺ ഈസ് പ്ലാനറ്റ് ബി. എന്നാലേ നമുക്കത് ശരിയാവുള്ളൂ. ഓക്കെ. നിങ്ങളിങ്ങനെയൊന്നും വരയ്ക്കോ എഴുതാനോ സമയമൊന്നുമില്ല എക്സാമിന്. ഞാൻ പിന്നെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഇതൊക്കെ എഴുതുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. നിങ്ങളിങ്ങനെ ജസ്റ്റ് ഇത് കണ്ട് അങ്ങനെ തന്നെ TA = 27B എഴുതുക. RA = X times RB അത്ര എഴുതിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് അറിയാം. എന്താണ് T² = R³. സ്ക്വയർ ഇടാൻ മറക്കരുത്. സോ TA/TB the whole square is equal to RA/RB the whole cube. ഓക്കെ. TA/TB എത്രയാ? ഓക്കെ. ഇവിടെ നിന്ന് നമുക്ക് TA/TB എഴുതാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. TA is 27 TB അങ്ങനെ തന്നെ എഴുതാം. എന്നാലും നമുക്ക് വെട്ടിക്കളയാൻ പറ്റൂ. ഇറ്റ് ഈസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു RA എത്രയാണ്? RA നമുക്ക് XRB എന്ന് എഴുതാം. /RB അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ ക്യൂബ് ഇടാൻ വിട്ടുപോകരുത്. അതാണ് നമുക്ക് തെറ്റിപ്പറ്റുന്നത് എപ്പോഴും. ഈ T ക്യാൻസൽ ചെയ്യാം, RB ക്യാൻസൽ ചെയ്യാം. സോ 27 സ്ക്വയർ ഈസ് ഈക്വൽ ടു X³ ഇത്രയും കിട്ടിയല്ലോ. അപ്പം നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. 27 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 27 × 27 അല്ലേ? പുറത്തോട്ട് എഴുതണം ഇല്ല. 27 × 27 ഈസ് ഈക്വൽ ടു X³. അപ്പോൾ X എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് 27 × 27. ഇതങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താലോ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 27 എങ്ങനെ എഴുതാം? 3 × 3 × 3 3 9 93 27. മറ്റേ 27 അങ്ങനെ തന്നെ എഴുതാമല്ലോ. 3 × 3 × 3. ഇനി ക്യൂബ് റൂട്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ ഡബിളായിട്ട് വരുന്നതൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കാം. ക്യൂബ് റൂട്ടല്ലേ. അപ്പോൾ 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് എടുത്താൽ മതി. 3 × 3 ദാറ്റ് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് ദിസ് വൺ ഈസ് 9. അപ്പോൾ X = 9. X ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് X? X ഈസ് 9. സി. ഓക്കെ. ദിസ് ഈസ് ഓൾസോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രം ഓർത്താൽ മതി. TA/TB the whole square is equal to RA/RB the whole cube. R എന്ന് പറയുന്നത് നമ്മളോട് ഇവിടെ പറഞ്ഞേക്കുന്നത് ഫ്രം ദ സൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സർഫസ് ഓഫ് ദ സൺ എന്നൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല സണ്ണിൻ്റെ റേഡിയസ് നമുക്ക് അറിയത്തുമില്ല. സോ വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് സെൻറ്റർ ഓഫ് ദ സൺ എന്നാണ് നമ്മൾ എടുക്കുന്നത്. പ്രത്യേകിച്ച് സർഫസ്, അത് 2 കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. സർഫസ് ഓഫ് ദ സൺ ആണോ എന്ന് നോക്കിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് സുഖമായിട്ട് ചെയ്തു പോകാവുന്നേ ഉള്ളൂ. TA/TB. ഇതിനകത്ത് ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ക്യൂബ് എടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക. ചിലപ്പം നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഈ സ്ക്വയർ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഈ സ്ക്വയറും ഈ ക്യൂബും മനസ്സിൽ ഉറപ്പിക്കുക. T² is directly proportional to R³. So TA/TB the whole square is equal to RA/RB the whole cube. അതെന്തായാലും ഓർത്തിരിക്കുക. അത് വെച്ചിട്ട് അങ്ങോട്ട് സോൾവ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ കോൺഫിഡൻ്റ് ആകുക, ശരിയാകുമെന്ന് ഉറപ്പാക്കുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, പേപ്പറും പേനായിട്ട് ചെയ്യുക. ഇതൊരു പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കാണുക, എന്നിട്ട് ഇതൊന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാത്രം നോക്കി സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ്. ഓക്കെ. കീം 2023 ഒരു പ്രോബ്ലം ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എ പ്ലാനറ്റ് ഹാസ് ആൻ എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ എസ്കേപ്പ് സ്പീഡ് ഓഫ് 10 km/s. ദ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് 10,000 km. ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇറ്റ്സ് സർഫസ്. അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നത്? എസ്കേപ്പ് വെലോസിറ്റി VE എന്താ പറഞ്ഞേക്കുന്നത്? എനി പ്ലാനറ്റ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. 10 km/s. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളതിനെ m/s മാറ്റുന്നതായിരിക്കും എളുപ്പം. ഇത്രയാണല്ലോ m/s. ദെൻ ദ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് തന്നിട്ടുണ്ട്. റേഡിയസ് ഈസ് 10,000 40 അല്ലേ കിലോമീറ്റേഴ്സ്. സോ 10⁻³ 4 അല്ലേ
ഇൻറ്റു അതിനെയും പിന്നെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റിക്കും. ദാറ്റ് ഈസ് 10⁻7 മീറ്റേഴ്സാണ് എന്ത് അതിൻ്റെ റേഡിയസ്. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ഈസ് എ ഗ്രാവിറ്റേഷൻ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പം നമുക്ക് എന്തറിയാം? ഇതിൻ്റെ ടേംസിൽ വി ഇ √2gr നമുക്കറിയാം. ഇന്ന് ജി കണ്ടുപിടിച്ചാൽ പോരെ. സോ വി ഇ സ്ക്വയർ അങ്ങോട്ട് എടുക്കാം. ഇറ്റ് ഈസ് √2gr. അപ്പോൾ വി ഇ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജി ആണ്. ജി ഇ = വി ഇ സ്ക്വയർ ബൈ 2r. ഇത്രയും മനസ്സിലായല്ലോ, വി ഇ സ്ക്വയർ ബൈ 2r. ഓക്കെ, സോ അവർ ജി ഈസ് ഈക്വൽ ടു വി ഇ എത്രയാണ് തന്നേക്കുന്നത്? 10 × 10⁻3 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 10⁻7. ഇനി എല്ലാം 10ൻ്റെ കളിയാണ് സ്ക്വയർ. അപ്പം ഇതെന്ത് വരും? 10 ഇതെല്ലാം കൂടെ 10⁻4 അല്ലേ? 10⁻4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 10⁻7 ഈക്വൽ ടു മുകളിൽ 10⁻8 ഡിവൈഡഡ് ബൈ 2 × 10⁻7 ഈക്വൽ ടു 10⁻8 ഇൻറ്റു ഇതിനെ അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോകാമല്ലോ. മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 7 എന്തായി? -1 ആയി. ദിസ് ഈസ് 2 ഈക്വൽ ടു 10/2 ഈസ് ഈക്വൽ ടു 5. ഇതറിയാമല്ലോ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ 10 കിട്ടുള്ളൂ. അതായത് 10⁻1 കിട്ടും. ദാറ്റ് ആൻസർ ഈസ് 10. സോ ഇറ്റ് ഈസ് 5 m/s. ഓക്കെ, ഇത് രണ്ടും കൂടെ വെട്ടുമ്പോൾ കേട്ടോ, ഇത് വെട്ടുമ്പോൾ 5 കിട്ടും. 5 m/s ഈസ് അവർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ. ഇതൊക്കെ ഞാൻ സെക്കൻഡ് എഴുതില്ല. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ. 5 m/s². വെരി സിമ്പിൾ അല്ലേ? ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം, ചിലപ്പം നമ്മളിത് 2 കിലോമീറ്റർ അല്ലേ എന്ന് കരുതി കിലോമീറ്ററിൽ തന്നെ ഇത് ഇടാൻ ചാൻസ് ഉണ്ട്. അവിടെ നമുക്ക് തെറ്റിപ്പോകും. കാരണം 1 ഈസ് ഇൻ സ്ക്വയർ ടേംസ്, അനദർ ഇൻ വെറുതെ ഡയറക്റ്റ് കിലോമീറ്റർ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ചിലപ്പം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാവും. കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആൻസർ വലിയ വാല്യൂ വരും. അതൊന്നും ഇതിനകത്ത് ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും തെറ്റ് മനസ്സിലാവും. ബട്ട് ബെറ്റർ ടു കീപ് ഇറ്റ് ഇൻ m/s ഓൺലി. ഇപ്പോൾ വെലോസിറ്റി, എസ്കേപ്പ് വെലോസിറ്റി തന്നിട്ടുണ്ട്. നമ്മുടെ സെയിം ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ഇക്വേഷൻ ഓർത്തിരിക്കുക. അതിൽ നിന്ന് നമുക്ക് ഡെറൈവ് ചെയ്തെടുത്താലും മതി. രണ്ടും ഓർത്തിരുന്നത് എളുപ്പമാണ്. gm/r. ഇതിപ്പോൾ ജി ഡയറക്റ്റ്ലി ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. √2gr. അതിൻ്റെ റൂട്ട് മാറ്റുക. ദെൻ വിൽ ഗെറ്റ് 2gr. അതിൽ നിന്ന് നമുക്ക് ജി ഡയറക്റ്റ്ലി നമ്മൾ കണ്ടുപിടിക്കുക. ജീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെരി സിമ്പിളാണ്. 1 മിനിറ്റിനകം നമുക്ക് ചെയ്യാം. ഇക്വേഷൻസ് എല്ലാം തറവായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് 2023 പ്രോബ്ലം ആണ്. 2 സാറ്റലൈറ്റ് A and B. ഓക്കെ, A and B are moving around the Earth in a circular orbit of radius r and 2r respectively. If the kinetic energy of the satellite A, kinetic energy ആണ് പറഞ്ഞേക്കുന്നത്, of A is 2 times the kinetic energy of satellite B, then the ratio of their masses MA is to MB. അപ്പോൾ 2 സാറ്റലൈറ്റ് ഉണ്ട്. ഇത് രണ്ടും എന്ത് ചെയ്തു? എർത്തിൻ്റെ അറൗണ്ട് മൂവ് ചെയ്യുവാണ്. പിന്നെ വരയ്ക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ സാറ്റലൈറ്റ് റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് ചുമ്മാ ആർ എഴുതാം അല്ലേ. റേഡിയസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. സോ റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് എ ഈസ് ആർ, റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് ബി ഈസ് ഈക്വൽ ടു 2r. പിന്നെ പറഞ്ഞേക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്താ? ഒരു സാറ്റലൈറ്റിൻ്റെ നമ്മൾ പറഞ്ഞു മൈനസ് ഓഫ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എത്രയാണ്? -12 gm/r². gm/r. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് gm/r. സോ കൈനറ്റിക് എനർജി ഓഫ് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണേ. കൈനറ്റിക് എനർജി ഈസ് g, ടോട്ടൽ എനർജി ഈസ് 2 ഇല്ലേ? 2r ആണ്. 2r. ദെൻ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ ദാറ്റ് ഈസ് ടോട്ടൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ചുമ്മാ -gmm/r. അത്ര ഓർത്തിരുന്നാൽ മതി. ഞാനിവിടെ പൊട്ടൻഷ്യൽ എനർജിയും കൂടെ എഴുതാം. ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു -gmm/r. ഓക്കെ, അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് എന്താണ്? സാറ്റലൈറ്റ് എ ഈസ് എന്താ പറഞ്ഞേക്കുന്നത്? ഈസ് 2 ടൈംസ് അല്ലേ? 2 ടൈംസ് കൈനറ്റിക് എനർജി ഓഫ് സാറ്റലൈറ്റ് ബി. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് കൈനറ്റിക് എനർജി ഓഫ് എ? കൈനറ്റിക് എനർജി ഓഫ് എ എന്ന് പറയുന്നത് g ഇൻറ്റു എർത്തിന് ചുറ്റിനും. അപ്പോൾ എം ഈസ് മാസ് ഓഫ് എർത്ത് തന്നെ. സ്മോൾ എം ഈ കുഞ്ഞ് സാറ്റലൈറ്റിൻ്റെ, ഇത് എർത്താണ്, കുഞ്ഞ് സാറ്റലൈറ്റിൻ്റെ മാസാണ് സ്മോൾ എം എ.
ഇത് എർത്തിൻ്റെ മാസ്. ഇതിന് വേറൊരെണ്ണം സാറ്റലൈറ്റ് വേറൊരെണ്ണം ഉണ്ട്, ദാറ്റ് ഈസ് എന്താണ് MB. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. സോ ദിസ് വൺ ഈസ് എന്താ തന്നേക്കുന്നത്? അത് ദിസ് വൺ ഈസ് R ആൻഡ് ദിസ് ഈസ് 2R. ഇത്രയും തന്നിട്ടുണ്ട്. R എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല, റേഷ്യോ തരുന്നുണ്ട്. R ആണെങ്കിൽ RB 2R എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് A എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു വാട്ട് ഈസ് R ഓഫ് A, അങ്ങനെ എഴുതാം. സിമിലർലി കൈനറ്റിക് എനർജി ഓഫ് B എന്ന് പറയുന്നത് G സെയിം ആണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്തിന് ചുറ്റിലുമാണ് ഇത് രണ്ടും. ദിസ് വൺ ഈസ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ സ്മോൾ m, ഈ കുഞ്ഞ് സാറ്റലൈറ്റിൻ്റെ മാസാണ് സ്മോൾ MB. ദെൻ 2 ഓഫ് റേഡിയസ് ഓഫ് B. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായല്ലോ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്തായാലും ഓർത്തിരിക്കുക, അത് മാത്രമേ അതിനകത്ത് ഓർക്കാനുള്ളൂ. ദെൻ ബാക്കിയെല്ലാം ഇതിനകത്തുണ്ട്. ദെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? KE കൈനറ്റിക് എനർജി ഓഫ് A ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ബൈ 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇറ്റ് ഈസ് 2. ആൻസർ ഈസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടേംസിൽ എഴുതാം, GMMA ബൈ 2RA ഇൻറ്റു, ഞാൻ തിരിച്ചിട്ട് ഗുണിക്കുവാണേ, പുറത്ത് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു GMMA ബൈ 2 ഇൻറ്റു റേഡിയസ് ഓഫ് A ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് ഓഫ് B ഡിവൈഡഡ് ബൈ GMMB. ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇൻറ്റു 2 ചെയ്തു. ദാറ്റ്സ് ആൻസർ ഈസ് 2 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം, GM കട്ട് ചെയ്യുക, GM കട്ട് ചെയ്യുക, 2 കട്ട് ചെയ്തു, 2 കട്ട് ചെയ്തു. സോ MA ബൈ RA ഇൻറ്റു RB ബൈ MB ഈസ് ഈക്വൽ ടു 2. ഇനി നമുക്കിതിനകത്ത് എന്തറിയാം? RA ബൈ RB. സോ ഹിയർ വി നോ RA ബൈ RB ഈസ് ഈക്വൽ ടു എന്താണ്? R ബൈ 2R. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ്. R ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ RA ബൈ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. MA ബൈ MB ഇൻറ്റു RB ബൈ RA. RB ബൈ RA ആണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മുടെ RB ബൈ RA എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് 2. ഇത് തിരിച്ചിട്ടാൽ മതിയല്ലോ. സോ ഇറ്റ് ഇംപ്ലൈസ് MA ബൈ MB ഇൻറ്റു RB ബൈ RA എന്ന് വെച്ചാൽ 2 ഈക്വൽ ടു 2. സോ MA by MB is equal to E2 divided by 2 is equal to 1. So mass of A equal to mass of B. അതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ അതെന്താ ഇവിടെ ചോദിച്ചേക്കുന്ന ഈസ്റ്റ് ആണ്. അപ്പോൾ 1:1. രണ്ടും ഒന്നും അല്ല, രണ്ടിൻ്റെയും വെയിറ്റ്, രണ്ടിൻ്റെയും മാസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. സോ 1:1. മനസ്സിലായില്ലേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് GMM by 2R. M എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെൻട്രൽ പ്ലാനറ്റ് എന്തിൻ്റെ ചുറ്റിലുമാണോ ഈ സാറ്റലൈറ്റ് കറങ്ങുന്നത് ആ പ്ലാനറ്റിൻ്റെ മാസ്. സ്മോൾ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് സാറ്റലൈറ്റിൻ്റെ മാസ് സ്മോൾ m. അത് നമുക്ക് A ഉണ്ട്, B ഉണ്ട്, അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2R. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ ഹാഫ് mv² തന്നെ. കൈനറ്റിക് എനർജി വി നോ ദാറ്റ് ഇറ്റ് ഈസ് ഹാഫ് mv². ഇതിനെ നമുക്ക് V എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? √GM/r. അതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനം തന്നെയാണിത്. ഓക്കെ, ആ ആറിന് പകരം കുഞ്ഞ് R അങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ. അത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുക. ഈ M എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസും ഈ കുഞ്ഞ് M എന്ന് പറയുന്നത് സാറ്റലൈറ്റിൻ്റെ മാസും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഒന്നുമില്ല. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 ക്വസ്റ്റ്യൻ ആണ്. വെരി ഈസി ക്വസ്റ്റ്യൻ. സപ്പോസ് ക്വസ്റ്റ്യൻ വായിക്കാം. സപ്പോസ് 2 planets A and B revolve around a sun. അപ്പോൾ നമ്മുടെ സൺ എന്നല്ല, വേറെ ഇഷ്ടമായ സൺ ഉണ്ടല്ലോ ഗാലക്സിയിൽ. സൺ ഇൻ ദ ഗാലക്സി. ദി സെമി മേജർ ആക്സിസ് ഓഫ് A and B are 1 and 5 AU. AU എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട് അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അത് എക്സാക്ട്ലി എന്താണെന്ന് പറയുന്നതല്ല, സം അസ്ട്രോണമിക് യൂണിറ്റ് respectively. If the period of revolution of A is 1 year, the period of revolution of B. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 planets ഉണ്ട്, രണ്ടെണ്ണം സണ്ണിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
സോ അതിൻ്റെ റേഡിയസ് ഓഫ് എ ഈസ് ഗിവൺ as 1 astronomical unit, radius of B is given as 5 astronomical unit. If the period of revolution t of time period of revolution of A is 1 year, what is the time period of revolution of B? ഇതായി വെച്ച് ഇനി നമുക്കറിയാമല്ലോ ടൈം പീരീഡ് റേഡിയസ് നമ്മളെ റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ കയ്യിലുള്ളത് അതാണ്. സോ വാട്ട് ഈസ് ദാറ്റ്? TA/TB the whole square is equal to RA/RB the whole cube. ഇത് എപ്പോഴും ഓർമ്മയുണ്ടാവും. വെനെവർ ഇങ്ങനെയുള്ള റേഡിയസ് തന്നു, ടൈം പീരീഡ് തന്നു, ഇങ്ങനെ വരും. ഇത് രണ്ടിൽ നമുക്ക് ഇയർ ആണ് ചോദിച്ചേക്കുന്നത്. ഇയറിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. AU അത് നമുക്ക് മാറ്റാനൊന്നുമില്ല, കാരണം രണ്ടും മുകളിലും താഴെ ആയതുകൊണ്ട് അത് യൂണിറ്റ്സ് എല്ലാം വെട്ടിപ്പോവും, യൂണിറ്റ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇത് എയിൽ ചോദിക്കുന്നു, എ ഇയറിലാണ് തന്നിരിക്കുന്നത്. സോ വിൽ ഗെറ്റ് ബി ഇൻ ഇയർ ഇറ്റ് സെൽഫ്, കാരണം ഇവർ ചോദിച്ചിരിക്കുന്നതും ഇയറിൽ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കൂ. ഈ റിലേഷൻഷിപ്പ് അറിയാമല്ലോ. ട്രൈ ടു ഡു ബൈ യുവർ സെൽഫ്. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കം ബാക്ക് ടു ദിസ് വൺ. ഓക്കെ, അപ്പോൾ ടി എ എന്ന് പറഞ്ഞാൽ 1 year ഡിവൈഡഡ് ബൈ TB ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ എത്ര തന്നേക്കുന്നത് 1 ഡിവൈഡഡ് ബൈ RB ഈസ് ക്യൂബ്. ഓക്കെ, 5. RB ഈസ് 5 ഹോൾ ക്യൂബ്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ. TBയുടെ സ്ക്വയർ TB സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/5 × 5 × 5 അല്ലേ? ഓക്കെ, സോ ഇതിങ്ങോട്ട് കൊടുക്കുക, ഇതിങ്ങോട്ട് കൊടുക്കുക. സോ TB സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 × 5 × 5. ദെൻ വാട്ട് ഈസ് TB ഈസ് ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് 5 × 5 × 5. സോ വാട്ട് വി വിൽ ഗെറ്റ്? 2 5 എന്ന് പറഞ്ഞാൽ പുറത്തെടുക്കാം, 5√5. സോ ദാറ്റ് മച്ച് ഹിയർ ഈസ് ദ ആൻസർ. ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു ആൻസർ ഇവിടെ ഇല്ല. സോ വാട്ട് വി വിൽ ഡു? എന്തായാലും 1 year അല്ല, 5 year അല്ല, 5നേക്കാൾ കൂടുതലുണ്ട്. പിന്നെ 11 ഉണ്ട്. 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 5 കൂടെ അകത്ത് പറഞ്ഞായിരുന്നു, അതില്ല. അപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് 125 എന്തായാലും ആവില്ല, 5√5. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊക്കെ നമുക്കിനി √5 ഒക്കെ കണ്ടുപിടിക്കാൻ പോകാൻ പാടാണ്. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം, 2. അപ്പോൾ 5 × 2 ഈസ് ഈ √4 എടുത്തു കഴിഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് √5 ആയതുകൊണ്ട് 10നേക്കാളും മേലെ ആയിരിക്കും. അപ്പോൾ 10നേക്കാളും മുകളിലാണ്. അടുത്ത് വന്നിരിക്കുന്ന വാല്യൂ 11 ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റുള്ളെങ്കിൽ √5ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ സമയം പോകും. ബട്ട് വെനെവർ യു ആർ ഗെറ്റിംഗ് ആൻസർ ലൈക്ക് ദിസ്, ഇതിനോട് അടുത്തുള്ള വാല്യൂ ഉണ്ടെങ്കിൽ 5 എന്തായാലും അല്ല നമുക്കറിയാം. 5ൻ്റെ × 2 ജസ്റ്റ് 4 √4 ആണെങ്കിൽ പോലും നമുക്ക് 10 കിട്ടും. അപ്പോൾ അതിനേക്കാളും തൊട്ടുകൂടെ അടുത്താണല്ലോ √5 വരിക. അപ്പോൾ വിൽ ഗെറ്റ് സം ആൻസർ ലൈക്ക് 2.2 സംതിങ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാകുമ്പോൾ ദ ആൻസർ ഈസ് 11. എക്സാക്ട്ലി എത്രയാണെന്ന് എനിക്കും അറിയില്ല, ഞാൻ നോക്കിയില്ല. യു ക്യാൻ കാൽക്കുലേറ്റ്, ബട്ട് ദ അപ്രോക്സിമേറ്റ് ആൻസർ 11 ആണ്. കാരണം പിന്നെയുള്ളത് 25 ആണ്. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 കൂടി ഇതിനകത്ത് വരേണ്ടി വന്നു, അതില്ലല്ലോ. അപ്പോൾ √25 വരണം, അത് നമുക്ക് എന്തായാലും ഇല്ല. സോ ഇത് രണ്ടും, ഈ ഓപ്ഷൻ രണ്ടും അല്ല. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് 11 years. സോ ഈ ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനത്തെ എന്തെങ്കിലും ടൈം പീരീഡ്, റേഡിയസ് ഇത് വെച്ചിട്ട് വന്ന സാറ്റലൈറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാനറ്റ്സ്, സണ്ണിൻ്റെ മേലെയുള്ള, സണ്ണിന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റ്സ് എന്തെങ്കിലും ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ജസ്റ്റ് റിമെമ്പർ ദിസ് ഇക്വേഷൻ, TA/TB the whole square is equal to RA/RB the whole cube. ഓക്കെ, പല പ്രാവശ്യം ഇതേമാതിരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലാസ്സസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ സെമി മേജർ ആക്സിസ് ഓഫ് ദ ഓർബിറ്റ് ഓഫ് സാറ്റേൺ ഈസ് അപ്രോക്സിമേറ്റ്ലി 9 times ദാറ്റ് ഓഫ് എർത്ത്. സാറ്റേണിൻ്റെ ഓർബിറ്റ് 9 times ദാറ്റ് ഓഫ് എർത്ത് ആണെന്ന് പറയുന്നുണ്ട്. ദ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സാറ്റേൺ ഈസ് അപ്രോക്സിമേറ്റ്. ടൈം പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് വേറൊന്നും അറിയത്തില്ല. സോ വാട്ട് വി ആർ അസ്യൂം, നമുക്ക് എന്താ തന്നേക്കുന്നത്? റേഡിയസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം സണ്ണിൽ നിന്ന് സാറ്റേണിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 times ദാറ്റ് ഓഫ് എർത്ത്. എർത്തിൻ്റെ RE ആണ്, ഇത് സ്മോൾ RA തന്നെയാണ്. സാറ്റേണിൻ്റെ R എന്ന് പറയുന്നത് S ആണ്. അതായത് ഇവിടെ സണ്ണുണ്ട്, മേജർ ആക്സിസ് അല്ല, സെമി മേജർ, ബട്ട് സ്റ്റിൽ വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് നമുക്ക് ഒരു സർക്കിളായിട്ടാണ് ഇതൊക്കെ കൺസിഡർ ചെയ്യാം. എന്നാലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ആക്ച്വലി ഇത് സർക്കിളൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഫോർ കാൽക്കുലേഷൻ പർപ്പസ് വി ആർ കൺസിഡറിങ് ഇറ്റ് ആസ് circle. This one is sun
ദിസ് ഈസ് എർത്ത്, ദിസ് ഈസ് പിന്നെന്താ സാറ്റേൺ. ഓക്കെ, സാറ്റേൺ ശനി. സോ സൺ ടു എർത്തിൽ എന്തോ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ദാറ്റ് ഈസ് അവർ RE. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് സാറ്റേണിൻ്റെ സെൻറ്റർ വരെയുള്ള RE എന്ന് പറയുന്നത് R ഓഫ് സാറ്റേൺ. ഇത്രയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ഗിവൺ ഇറ്റ് ആസ് 9 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. എന്താണ് ടൈം പീരീഡ്? സോ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് സാറ്റേൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. T ഓഫ് സാറ്റേൺ വാട്ട് ഈസ്? T ഓഫ് എർത്ത് എത്രയാണ്? എർത്ത് ഒരു പ്രാവശ്യം സണ്ണിനെ ചുറ്റി ഇങ്ങനെ കറങ്ങി തിരിച്ച് വരുമ്പോഴേക്കും എത്ര കാലം എടുക്കും? 1 ഇയർ. സോ T ഓഫ് എർത്ത് ഈസ് 1 ഇയർ. അത് നമുക്കറിയാം. എർത്തിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടാണ് സൂര്യനെ ചുറ്റി, അതുകൊണ്ടാണ് നമുക്ക് 1 ഇയർ ആവുന്നത്. 1 ഇയർ നമ്മൾ പറയുന്നത് 1 ഇയർ കൊണ്ടാണ് എർത്ത് കറങ്ങി വരുന്നത്. സോ അതേമാതിരി തന്നെ ഇയറിൽ തന്നെയാണ് സാറ്റേൺ ചോദിച്ചത്. സോ വി നോ ദ ഇക്വേഷൻ. വാട്ട് ഈസ് T ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ T ഓഫ് സാറ്റേൺ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു റേഡിയസ് അല്ല ഡിസ്റ്റൻസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് സാറ്റേൺ ദ ഹോൾ ക്യൂബ്. ഇതുവരെ കിട്ടാത്തവർ ഇത് വെച്ചിട്ടെങ്കിലും പ്രോബ്ലം ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്യാം. T ഓഫ് E എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഇയർ ഡിവൈഡഡ് ബൈ T ഓഫ് S എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു R ഓഫ് E എന്ന് പറഞ്ഞാൽ എത്രയാണ്? R ഓഫ് E നമുക്ക് തന്നിട്ടില്ല, R ഓഫ് E തന്നെ എടുക്കാം. R ഓഫ് S എന്ന് പറഞ്ഞാൽ 9RE ആണ്. ഇങ്ങനത്തെ R തന്നെ എഴുതാം, 9RE ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഈ ആരെയും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ എന്താ ഉള്ളത്? 1ൻ്റെ സ്ക്വയർ 1 തന്നെ. TS സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/9 ക്യൂബ്. 1 ക്യൂബ് ഇല്ലല്ലോ, സോ 9 ക്യൂബ്. സോ വാട്ട് ഈസ് TS ഈസ് ഈക്വൽ ടു TS സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 × 9 × 9. ഓക്കെ, സോ വാട്ട് ഈസ് അവർ TS സ്ക്വയർ? റൂട്ട് ഓഫ് 9 × 9 × 9. ഓക്കെ, ഒരു 9 പുറത്തെടുക്കാം. റൂട്ട് 9 എന്ന് വെച്ചാൽ എത്രയാണ്? 9 × റൂട്ട് ഓഫ് 3 × 3. അപ്പോൾ ഒരു 3 പുറത്തെടുക്കാമല്ലോ. സോ ദാറ്റ് മീൻസ് 9 × 3 ഈസ് ഈക്വൽ ടു 27 ഇയേഴ്സ്. ഓക്കെ, സോ അപ്പം സാറ്റേണിൻ്റെ 27 വർഷം, സാറ്റേണിൻ്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 27 ഇയേഴ്സാണ്. വാട്ട് ഈസ് ദാറ്റ് മീൻസ്? സാറ്റേൺ ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങി സണ്ണിനെ ചുറ്റി വരാൻ എടുക്കുന്ന സമയം 27 വർഷമാണ്. ഈ പറയുന്ന പ്രകാരമാണെങ്കിൽ കണ്ടോ, അപ്പോൾ 9 ടൈംസ് സാറ്റേണിൻ്റെ ആ ഡിസ്റ്റൻസ് ഫ്രം സൺ ടു സാറ്റേൺ ഈസ് 9 ടൈംസ് ദാറ്റ് ഓഫ് എർത്ത്. അങ്ങനെയാണെങ്കിൽ ഈ 27 വർഷം കൊണ്ടാണ് ഇത് ചുറ്റി വരുന്നത്. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഈ ഇക്വേഷൻ, ഈ റിലേഷൻഷിപ്പ് ഓർത്ത് വയ്ക്കുക. TA/TB ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു RA/RB ദ ഹോൾ ക്യൂബ്. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ ഇതേമാതിരി വരുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഒരു എസ്കേപ്പ് വെലോസിറ്റിയുടെ പ്രോബ്ലമാണ്. അതിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ തന്നെ മനസ്സിലോർത്തോളുക. 2019 കീമിൽ ചോദിച്ച പ്രോബ്ലമാണ്. എ സ്ഫിറിക്കലി യൂണിഫോം പ്ലാനറ്റ്, ഒരു സ്ഫിറിക്കലായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാനറ്റ് ഉണ്ട്. അതിൻ്റെ മാസ് തന്നിട്ടുണ്ട് 8 × 10⁻24 kg ആൻഡ് ഓഫ് റേഡിയസ്. ആ പ്ലാനറ്റിൻ്റെ റേഡിയസ് ആണ് പറയുന്നത് 6 × 10⁻6 മീറ്റേഴ്സ്. ഈസ് ഓർബിറ്റിംഗ് അറൗണ്ട് ദ സൺ. ഇത് എന്തിൻ്റെ മണ്ടയ്ക്കൂടെയാണ് പോകുന്നത്? എന്തിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്? സണ്ണിനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ പ്ലാനറ്റ് മൂവ് ചെയ്യുന്നത്. അറൗണ്ട് ദ സൺ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. ഓക്കെ, ആ പ്ലാനറ്റിൻ്റെ മാസും റേഡിയസും തന്നിട്ടുണ്ട്. ദ എസ്കേപ്പ് വെലോസിറ്റി ഫോർ ദ പ്ലാനറ്റ് ക്ലോസ് ടു. ആ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ആ പ്ലാനറ്റിൻ്റെ ആണ്. സണ്ണുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. ജസ്റ്റ് ദിസ് റിവോൾവിങ് അറൗണ്ട് ദ സൺ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലാനറ്റ് ഉണ്ട്, ആ പ്ലാനറ്റ് നമുക്ക് അറിയാവുന്നതൊക്കെ എഴുതാം. ദ മാസ് ഓഫ് ദ പ്ലാനറ്റ് ഈസ് 8 × MP എന്ന് എഴുതാം കേട്ടോ. 8 × 10⁻24 kg. റേഡിയസ് ഓഫ് പ്ലാനറ്റ് ഈസ് 6 × 10⁻6 meters. Then it is given that G, universal gravitational constant, is 6 × 10⁻⁻11 Newton meter square per kg square. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. വാട്ട് വി നീഡ് ടു ഫൈൻഡ്? നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എസ്കേപ്പ് വെലോസിറ്റി. സോ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എനി പ്ലാനറ്റ് ഈസ് റൂട്ട് ഓഫ് 2 × gm/r. ഇതാണ് എനി പ്ലാനറ്റിൻ്റെ. എർത്തിൻ്റെ കേസിൽ നമുക്ക് വേറെ എഴുതാം, ബട്ട് ദിസ് ഈസ് റൂട്ട് 2 gm/r. ഈ ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്ത് വയ്ക്കുക. ദിസ് ഇക്വേഷൻ യു നീഡ് ടു റിമെമ്പർ. ഓക്കെ, ഇതറിയാമെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇവിടുത്തെ കേസിൽ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് പ്ലാനറ്റ് എന്ന് പറയുമ്പം റൂട്ട് ഓഫ്
2 ഇൻറ്റു ജി ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ എവറിത്തിങ്. എല്ലാ പ്ലാനറ്റിനും എല്ലാം യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് ജി, എ മാസ് ഓഫ് പ്ലാനറ്റ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ്. ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. 2 ഇൻറ്റു വാട്ട് ഈസ് ജി, ജീൻ്റെ വാല്യൂ 6 ഇൻറ്റു 10 ടു ദ പവർ -11 ഇൻറ്റു, ഇനി നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കില്ലാണ് ഇതിനകത്ത് നോക്കുന്നത്. ഓക്കെ, എം പി ഈസ് ദിസ് വൺ, 8 ഇൻറ്റു 10 ടു ദ പവർ 24 ഡിവൈഡഡ് ബൈ ഈ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ്, ദാറ്റ് ഈസ് 6 ഇൻറ്റു 10 ടു ദ പവർ 6. 6 വെട്ടിക്കളയാം. ഓക്കെ, ദെൻ 24 11 കുറച്ച് എത്ര വരും? വാട്ട് വി ആർ ഗെറ്റിംഗ് ഈസ് റൂട്ട് ഓഫ് 8 ഇൻറ്റു 2 16 ഇൻറ്റു 10 ടു ദ പവർ 24 10 കുറച്ചാൽ 14, ഇറ്റ് ഈസ് 13 പ്ലസ് 13 ഡിവൈഡഡ് ബൈ 10 ടു ദ പവർ 6. അപ്പോൾ നമുക്കിനി 16ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 4 ആണ്. അഗെയിൻ വാട്ട് ഈസ് ഇൻസൈഡ് 10 ടു ദ പവർ പ്ലസ് 13 ഇൻറ്റു 10 ടു ദ പവർ, ഈ പ്ലസ് 6നെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇറ്റ് ബിക്കംസ് -6 ഈക്വൽ ടു 4 ഇൻറ്റു റൂട്ട് ഓഫ് 10 ടു ദ പവർ 7 ആയി. So that's again difficulty. 4 into 10 into 10 to the power 6. ഓക്കെ, അപ്പോൾ 4 into 10 to the power 6നെ നമുക്ക് എന്ത് എഴുതാം? 10 raised to 3 ഇൻറ്റു റൂട്ട് 10. ഇത്രയുമാണ് മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ ഒരു വാല്യൂ. ഓക്കെ, എവറിത്തിങ് ഈസ് ഗിവൺ ഇൻ കിലോമീറ്റർ. സോ 4√10 കിലോമീറ്റർ പെർ സെക്കൻഡ്. അത് നമുക്ക് തന്നിട്ടില്ല. സോ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നമുക്ക് നോക്കാം. √9 എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ അതിനേക്കാൾ ഇച്ചിരി കൂടെ മേലെ വരും. അപ്പോൾ 4 ഇൻറ്റു 3 എന്ന് പറയുമ്പം 4 3 12. 12നേക്കാൾ ഇച്ചിരി കൂടെ വരും, കാരണം √10 അല്ലേ. അപ്പോൾ എബോവ് 12, ജസ്റ്റ് എബോവ് 12. അപ്പോൾ 12ന് 14 എന്തായാലും വരില്ല, കാരണം 14 വരണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് 16 വരണമായിരുന്നു. അതല്ല, √10 ഉള്ളൂ. അപ്പം 16 ഈസ് നോട്ട് ദ ആൻസർ. 11.12നേക്കാൾ എബോ ആണ്. 11.2 ഈസ് നോട്ട് ദ ആൻസർ. 4 എന്തായാലും അല്ല, 4√10 ഉണ്ട്. സോ അഗെയിൻ ദിസ് ഈസ് 1.6 ആൻസർ അല്ല. സോ ദിസ് ഈസ് ദ ആൻസർ 12.6, സംതിങ് അറൗണ്ട് 12നേക്കാൾ എബോ വരണം. സോ 12.6 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ് അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി. ആ ഒരു വെലോസിറ്റിയിൽ ഒരു പാർട്ടിക്കിൾ നമ്മൾ താഴേക്ക് ആ പ്ലാനറ്റിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞാൽ അത് പിന്നെ തിരിച്ച് ആ പ്ലാനറ്റിലേക്ക് വരില്ല, അതങ്ങ് പോകും. So that is the answer. Remember this equation, escape velocity is √2gm/r. Okay, എല്ലാ ഇക്വേഷൻ നന്നായി ഓർത്തിരിക്കുക. ഇതിൽ എന്തായാലും ഒരു ഷോർട്ട് ക്വസ്റ്റൻ ആണ് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ ടൈം പീരീഡ്. നെക്സ്റ്റ് ഒരു ലേശം ലെങ്തി പ്രോബ്ലം ആണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റും. ഓക്കെ, 2 planets 2018 കീമിൽ ചോദിച്ച പ്രോബ്ലമാണ്. 2 planets A and B have same average density. ഡെൻസിറ്റിയാണ് ഇവർ സെയിം ആയിട്ട് പറഞ്ഞേക്കുന്നത്. 2 പ്ലാനറ്റിൻ്റെ A and B ആണ്, അതിന് സെയിം ആവറേജ് ഡെൻസിറ്റി. ദർ റേഡിയൈ RA and RB ആർ സച്ച് ദാറ്റ് RA ഈസ് ടു RB ഈസ് ഈക്വൽ ടു 3:1. ഓക്കെ, RAൻ്റെയും RBൻ്റെ റേഷ്യോ ആണ് 3:1 പറഞ്ഞേക്കുന്നത്. ഇഫ് GA and GB ആർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് ദ പ്ലാനറ്റ്, ദെൻ GA ഈസ് ടു GB. അപ്പോൾ 2 ഡിഫറെൻറ്റ് പ്ലാനറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. 2 പ്ലാനറ്റ്സ് ഉണ്ട്, ഒരെണ്ണം ഇവിടെ കിടക്കട്ടെ, ഒരെണ്ണം അടുത്തത്. സോ ദിസ് ഈസ് A ആൻഡ് ദിസ് വൺ ഈസ് B. രണ്ടിനും സെയിം ആവറേജ് ഡെൻസിറ്റിയാണ്. സോ ഡെൻസിറ്റി റോ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് റോ ഓഫ് A ഈസ് ഈക്വൽ ടു റോ ഓഫ് B. അതിൻ്റെ അർത്ഥം എന്താ? മാസ് ഓഫ് A ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് A ഈക്വൽ ടു മാസ് ഓഫ് B ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് B. മാസ് ഓഫ് A എത്രയാണ്? മാസ് ഓഫ് A MA തന്നെ എടുക്കാം, ക്യാപിറ്റൽ MA. ഓക്കെ, ഡിവൈഡ് ബൈ വോളിയം എത്ര? വോളിയം നമ്മളിത് സ്ഫിയർ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എത്ര വോളിയം? 4π/3 3π/4 അല്ലേ? 3π/4 ആണോ 4π/3? എനിക്കൊരു 4/3πr. So it is volume is 4/3πr³ of πr A inde mass of A by volume of A. Volume എന്ന് പറഞ്ഞാൽ 4/3πr³ ഈ A inde, that is equal to mass of B by 4/3πr³ of എന്ത്? B. ഇതാണ് നമുക്ക് ഇക്വേഷനിൽ തന്നേക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. രണ്ടിനും സെയിം ആവറേജ് ഡെൻസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഈ 4/3π ഇവിടെയും ക്യാൻസൽ ചെയ്യാമല്ലോ. സോ MA ഡിവൈഡഡ് ബൈ
ബി ഈസ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് കൊണ്ടുപോട്ടെ ആർ എ ക്യൂബ് ബൈ ആർ ബി ക്യൂബ്. ദാറ്റ് മീൻസ് ആർ എ ബൈ ആർ ബി ദ ഹോൾ ക്യൂബ്. എന്താണ് എം എ ബൈ എം ബി എന്ന് പറഞ്ഞാൽ ആർ എ ബൈ ആർ എ ബൈ ആർ ബി ദ ഹോൾ ക്യൂബ് തന്നിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് ഗിവൺ? ആർ എ ഈസ് ടു ആർ ബി ഈസ് ഈക്വൽ ടു 3:1. 3:1 തന്നിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ആർ എ ബൈ ആർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 3/1. സോ ഇതിൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 3/1 ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചാൽ 3×9=27. സോ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എം എ ബൈ എം ബി ഈസ് 27. അതാണോ നമ്മളോട് ചോദിച്ചേക്കുന്നത്? നോ, ഇറ്റ് ഈസ് ആസ് ദാറ്റ് ജി എ ഈസ് ടു ജി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഈസ് ജി ഓഫ് എ ഈസ് ടു ജി ഓഫ് ബി? അപ്പോൾ ജി എന്താണെന്ന് നമുക്കറിയാം. മാസ് ഇൻറ്റു ജി ഓഫ് എ ഈസ് ഈക്വൽ ടു ജി എം സ്മോൾ എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ജി എം എം ബൈ ആർ സ്ക്വയർ അല്ലേ? മാസ് ഓഫ് ആർ അല്ലല്ലോ, ജി എം ബൈ ആർ സ്ക്വയർ. അപ്പോൾ ആർ എൻ്റെ ആണെങ്കിൽ ദിസ് ഈസ് ആർ, ദിസ് വൺ ഈസ്, അപ്പോൾ സ്മോൾ എം ക്യാൻസൽ ചെയ്യും. വാട്ട് ഈസ് given? G of any planet A is equal to capital G M ആ പ്ലാനറ്റിൻ്റെ എം എ ബൈ ആർ എ സ്ക്വയർ. ഇത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, നമ്മുടെ ജീൻ്റെ ഇക്വേഷനാണ്, അത് ഓർത്തിരിക്കുക. സോ അത് വെച്ച് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഓക്കെ, സോ അതുപോലെ തന്നെ അപ്പം നമുക്ക് ജി ഓഫ് ബി എന്ത് എഴുതാം? ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു ജി യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് സെയിം mass of B divided by radius of B the whole square. B whole square. നമുക്കിപ്പോൾ വേണ്ടത് ജി എ ബൈ ജി ബി ഈക്വൽ ടു എന്ത് വരും? ജി എം എ ബൈ ആർ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ബി ബൈ ആർ ബി സ്ക്വയർ. തിരിച്ചിട്ട് ഗുണിച്ചാൽ മതിയല്ലോ. സോ ജി എം എ ബൈ ആർ എ സ്ക്വയർ ഇൻറ്റു ആർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം ബി. ഓക്കെ, അപ്പോൾ ജി ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് എന്താ അറിയാവുന്നത്? നമുക്ക് എന്തോ ഒരു സാധനം അറിയാം. ഓക്കെ, എം എ ബൈ എം ബി നമുക്കറിയാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹിയർ. നമുക്ക് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. എം എ ബൈ എം ബി ഇൻറ്റു ആർ ബി സ്ക്വയർ ബൈ ആർ എ സ്ക്വയർ. ഓക്കെ, എം എ ബൈ എം ബി എത്ര? 27. ദെൻ ആർ ബി ബൈ ആർ എ ബൈ ആർ ബി നമുക്കറിയാം. സോ ആർ ബി ബൈ ആർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/3. ഇനി ആർ ബി ബൈ ആർ എ ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/9. സോ ഇൻറ്റു 1/9 ഇറ്റ് ഈസ് 3. അപ്പോൾ ജി എ ബൈ ജി ബി ഇസ് ഈക്വൽ ടു 3, അതായത് 3/1. സോ ജി എ ഈസ് ടു ജി ബി ഈസ് ഈക്വൽ ടു 3:1. സോ 3:1 ആണ് ആൻസർ. 3:1 ഇസ് ആൻസർ. ഇത്ര ലെങ്തി പ്രോബ്ലം ഞാൻ എന്തിനാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടെ നിങ്ങൾ തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്ത് പ്രോബ്ലം ഏത് രീതിയിൽ വന്നാലും നമുക്കൊരു ബിഗ് പ്രോബ്ലം, ഒരു വലിയ പ്രോബ്ലം ചിലപ്പോൾ ലെങ്തി ആയിരിക്കാം, ബട്ട് നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്കത് തറവാകും. അതുമായിട്ട് അത്രയും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പോൾ അത് തറവാകും. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പം ഇതേമാതിരി എന്ത് വന്നാലും ചിലപ്പോൾ മിക്കവാറും വളരെ സില്ലി വാല്യൂസൊക്കെ 3:1 അല്ലെങ്കിൽ ആവറേജ് ഡെൻസിറ്റി എന്തെങ്കിലും ചെറിയ വാല്യൂസ് ആയിരിക്കും തരുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റീഡിങ്സ് വാല്യൂസൊക്കെ തരത്തുള്ളൂ. അപ്പോൾ ഡെൻസിറ്റി എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. മാസ് ബൈ വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ 4/3 πr3. ദെൻ യു ഷുഡ് ഫൈൻഡ് ദ ജി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ജി എം ബൈ ആർ സ്ക്വയർ, നമ്മുടെ രണ്ടെണ്ണം തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്. ഇത് വെയിറ്റ് ആണ്, എം ഇൻറ്റു ജി. ഏതെങ്കിലും പ്ലാനറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന വെയിറ്റ് ആണ് ഇത്രയും. ആ പ്ലാനറ്റിൻ്റെ സർഫസിൽ ഒരു ബോഡി ഇരിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വെയിറ്റ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യും. ദെൻ ഇവിടുന്ന് നമുക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ഫോഴ്സ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ജി എം എം ബൈ ആർ സ്ക്വയർ. അത് അങ്ങോട്ടും അട്രാക്ട് ചെയ്യും. ഇതിൻ്റെ സ്മോൾ എം ഇൻറ്റു ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യും, ജി ഓഫ് ദാറ്റ് പ്ലാനറ്റ്. എർത്തിൻ്റെ കേസിൽ അത് നമ്മുടെ എന്താണ് ആക്സലറേഷൻ, നമ്മുടെ ജി വരും. ഓക്കെ, ബാക്കിയുള്ളതിൻ്റെ കേസിൽ ആ ഓരോരോ പ്ലാനറ്റിൻ്റെ ജി ആയിരിക്കും. ജി എന്താണെന്ന് ഞാനും മറന്നുപോയി. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരും. അപ്പോൾ ഓരോരുത്തടത്തും ആ ആക്സലറേഷൻ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും കുറേ കൂടെ പ്രോബ്ലംസ് ഉണ്ട് ചെയ്യാൻ, ബട്ട് ഇത് ലെങ്തി ആയി പോകുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ 1-2 കൂടെ ചെയ്ത് നിർത്താം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കീം 2017 ഒരു പ്രോബ്ലം ആണ്. ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ് ബേസിക്കലി. കൺസിഡർ എ സാറ്റലൈറ്റ് മൂവിങ് ഇൻ എ സർക്കുലാർ ഓർബിറ്റ് അറൗണ്ട് എർത്ത്. എർത്തിന് ചുറ്റിലും കറങ്ങുന്ന ഒരു സർക്കുലർ ഓർബിറ്റ് ഉണ്ട്. ഇഫ് കെ ആൻഡ് വി ഡിനോട്ട് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി റെസ്പെക്റ്റീവ്ലി. കെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, വി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേക്കുന്നത്, പൊട്ടൻഷ്യൽ എനർജി. ദെൻ അങ്ങനെയാണെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ചൂസ് ദ കൺവെൻഷൻ വെയർ വി ഇസ് ഈക്വൽ ടു 0 ആസ് ആർ ടെൻസ് ടു ഇൻഫിനിറ്റി. നമ്മളത് പറഞ്ഞു. എർത്തിൻ്റെ സർഫസിൽ ഇത് എർത്തിന് ചുറ്റിനും ഒരു സാറ്റലൈറ്റ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റില്ല. വാട്ട് വി ആർ തിങ്കിങ് ഈസ് ദാറ്റ് ഒരു ഇൻഫിനിറ്റിയിൽ കൈനറ്റിക് എനർജി ഈസ് 0, പൊട്ടൻഷ്യൽ എനർജി ഈസ് 0. അങ്ങനെയുള്ള കേസിൽ നിന്നും ഒരു സാധനം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഹിയർ വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിയുടെ കേസ് കുഴപ്പമില്ല, നമുക്കത് ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കാം. ബട്ട് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആ 0യിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തെ ഇനിഷ്യൽ മൈനസ് ഫൈനൽ, അല്ലെങ്കിൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അപ്പോൾ നമുക്കറിയാം എന്താണ് പൊട്ടൻഷ്യൽ എനർജി. അതുകൊണ്ട് നമുക്ക് എന്താണ് പറയുന്നത്, -gmm/r. ഓക്കെ, ഇവിടെ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് r. ആൻഡ് ദെൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12mv². അത് നമ്മൾ ഡെറൈവ് ചെയ്തൊക്കെ എടുത്ത് വന്നപ്പോൾ എന്ത് വന്നു നമ്മുടെ, അത് ഞാൻ എഴുതണോ, വേണ്ടല്ലോ, ബിക്കോസ് അല്ലെ എഴുതണമെങ്കിൽ എഴുതാം. 12 × small m × v എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്, √gm/r സ്ക്വയർ. സോ ഇറ്റ് ഈസ് 12 × m × സ്ക്വയർ സ്ക്വയർ ആകുമ്പം ഇത് മാറ്റാമല്ലോ. സോ ഇറ്റ് ഈസ് 12gmm/r. അപ്പം ഇതാണ് പൊട്ടൻഷ്യൽ എനർജി, ദിസ് വൺ ഈസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് ഓഫ് ഹാഫ് കൈനറ്റിക് എനർജി അല്ലേ, സോറി, ദിസ് വൺ ഈസ് ഈക്വൽ ടു ഇവിടെ മൈനസ് കൊടുത്തു. അപ്പോൾ ഹാഫ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൈനറ്റിക് എനർജി. ഓക്കെ, അതാണോ ചോദിച്ചേക്കുന്നത്? അപ്പോൾ ഇവർ പൊട്ടൻഷ്യൽ എനർജി വി ആയിട്ടാണ് പറഞ്ഞത്, കെ ആയിട്ട്. കെ ഈസ് ഈക്വൽ ടു -12 PE. പൊട്ടൻഷ്യൽ എനർജി അവർ വി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് വി. ഓക്കെ, വി ആൻഡ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് ഹാഫ്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് വി. അത് ആൻസർ തെറ്റാണ്, എനിക്ക് കൺഫ്യൂഷൻ. കൈനറ്റിക് എനർജി 2v അല്ല, ദാറ്റ് ഈസ് ഓൾസോ തെറ്റ്. വി ഇസ് ഈക്വൽ ടു 2k അല്ലേ, അത് ശരിയാണല്ലോ. അല്ല, വി ഇസ് ഈക്വൽ ടു -2k വരിക. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. കെ ഇസ് ഈക്വൽ ടു -2v, ദാറ്റ് ഈസ് റോങ്. ഹിയർ ഇറ്റ് ഈസ് കറക്റ്റ്. വി ഇസ് ഈക്വൽ ടു -2k. സോ ദിസ് ഈസ് ദ ആൻസർ. ഇതൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചാലും വേണ്ടില്ല, കാരണം ജസ്റ്റ് ഈ ഇക്വേഷൻ ടോട്ടൽ എനർജി എന്താണെന്ന് അറിയാൻ. ടോട്ടൽ എനർജി ഈസ് മൈനസ് ഓഫ് കൈനറ്റിക് എനർജി. ടോട്ടൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് പഠിച്ചിട്ട് പോവുക. അഥവാ അവിടെ ചെന്ന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ഡെറൈവ് ഇത്ര ഈസി സിമ്പിൾ ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ട്. VO ഇസ് ഈക്വൽ ടു √gm/r ആണ്. ആ ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ജസ്റ്റ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. വെരി സിമ്പിൾ. പൊട്ടൻഷ്യൽ എനർജി ഇസ് -gmm/r. ഈ കാര്യങ്ങളൊക്കെ ഒരിക്കലും മറക്കരുത്. ഈ 5-6 ഇക്വേഷൻസ്, ഈ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ റിലേഷൻഷിപ്പ് അറിയാമെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വെരി ഈസി. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മൈനസ് ഇടാൻ മറന്നു പോരുത് പൊട്ടൻഷ്യൽ എനർജിക്ക്. ദാറ്റ് ഇസ് ഓൺലി തിങ് യു ഷുഡ് റിമെമ്പർ. നെക്സ്റ്റ് ഒരു 2014 കീമിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്. ഇറ്റ്സ് കുറച്ച് പഴയതാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എനർജി ആയിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഞാനത് എടുത്തതാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ടോട്ടൽ എനർജി ഓഫ് ആൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് മാസ് m റിവോൾവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് അറൗണ്ട് ദ എർത്ത് വിത്ത് എ സ്പീഡ് v. അപ്പോൾ ടോട്ടൽ എനർജിയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സർക്കുലർ ഓർബിറ്റിൽ തന്നെയാണ്. ആ സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റി ഈസ് v. ആ സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി ഈസ് v. സോ വി നോ ദാറ്റ് എന്താണ് കൈനറ്റിക് എനർജി. ഇപ്പോൾ ഈ ഒരു ടേംസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ടേം, അല്ലെങ്കിൽ നമ്മൾ gmm/r എൻ്റെ മാതിരി എടുക്കാം. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈസ് 12mv². പിന്നെ നമുക്ക് എന്തറിയാം, ടോട്ടൽ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. ടോട്ടൽ എനർജി ഈസ് മൈനസ് ഓഫ് കൈനറ്റിക് എനർജി. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഓർത്താൽ മാത്രം മതി. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു, കണ്ണും പൂട്ടി ഉത്തരം എഴുതാം, -12mv². ദാറ്റ് ഈസ് ദ ആൻസർ. എവിടെ, ഓക്കെ, -12mv². ദാറ്റ് ഈസ് ദ ആൻസർ. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇതൊക്കെ ഡെറൈവ് ചെയ്ത് ഓർക്കും. ഇത് ജസ്റ്റ് കാണാതെ പഠിക്കുക. ടോട്ടൽ എനർജി ഈസ് മൈനസ് കൈനറ്റിക് എനർജി.
പൊട്ടൻഷ്യൽ എനർജി എത്ര വരുന്നത്? -GMM/R, സ്മോൾ ആർ എഴുതാവേ, GMM/R. കൈനറ്റിക് എനർജി ഇതിൻ്റെ കേസിൽ വരുമ്പം ഇറ്റ് ഈസ് ½ GMM/R. ദെൻ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതൊരു -1 ആണ്, ഇത് ½ ആണ്. സോ ഇറ്റ് ബിക്കംസ് -½ GMM/R. അതുകൊണ്ടാണ് സോ വാട്ട് ഈസ് സെയിം, ഇത് രണ്ട് സെയിം അല്ലേ. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -(KE). അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഇക്വേഷൻ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ നമുക്ക് കൈനറ്റിക് എനർജി എന്താണെന്നറിയാം. കൈനറ്റിക് എനർജി ഈസ് ½ mv². ആ ടേമിലാണ് ഇതിനകത്ത് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ½ mv² എടുത്ത്. ഇല്ലെങ്കിൽ നമുക്ക് കൈനറ്റിക് എനർജി ഈസ് ½ GMM/R എന്ന് പറഞ്ഞാലും എടുക്കാം. സോ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉത്തരം തന്നിരിക്കുന്നത് അതേമാതിരി എടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ ഇടാം. പക്ഷേ എല്ലാവരും ഇപ്പം എക്സാമൊക്കെ അടുക്കാറായില്ലേ, അപ്പോൾ വളരെ സ്പീഡിൽ ചെയ്യാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗെയിമിൽ ചോദിക്കാറുള്ളൂ. ലെങ്തി വേണമെന്നുണ്ടെങ്കിൽ പറയുക. പിന്നെ നമ്മളൊരു മോക്ക് ടെസ്റ്റുമായിട്ട് നടത്താമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിപ്ലൈ. നിങ്ങൾ ലൈക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്ത് നമ്മൾക്ക് അങ്ങനെ റിക്വസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇടാം. ഓക്കെ, ബൈ.